السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله تحصنت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق ألف لام ميم وبحق ألف ألف لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. جنات عدن التي وعد الرحمن عباده. بالغيب إنه كان وعده مأتيا. صدق الله العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. وقال نبينا وشفيعنا محمد صلى الله عليه وسلم. സലാത്തൊന്നോട് ഷറായിട്ട് ചെല്ലണം. റബീഉൽ അവ്വലിന്റെ പുണ്യപ്പെട്ട രാത്രി, അതും വെള്ളിയാഴ്ച രാവാണിന്ന്. കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ മുന്നിൽ കുറെ കസേരകളൊക്കെ ഉണ്ട്. എപ്പോഴും എഴുന്നേറ്റ് പോകാതൊരു വിഷയമുള്ള കാര്യമല്ല. എന്റെ പ്രസംഗത്തെക്കാളേറെ ഇവിടെ പ്രധാനം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഹ്ലുബൈത്തിലെ പ്രധാനിയായ മഹാനായ ഹമീദ് ബായി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ സദസ്സ് കൂടെ ഇവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കി ഈ മഹത്തായ സദസ്സിന്റെ മുൻനിരയിൽ ഒരുപാട് സീറ്റ് ഖൈറായ കാര്യങ്ങളിൽ അങ്ങനെ മുൻഭാഗം ഒഴിച്ചിടുന്നത് അതൊരു ഖൈറല്ല. അതുകൊണ്ട് നല്ലതിൽ മുന്നിലുണ്ടാവണമെന്നാണല്ലോ. ഞാൻ നിർബന്ധിക്കുന്നില്ല. പ്രയാസമില്ലാത്തവരൊക്കെ, മഞ്ഞുകൊള്ളുന്ന പേടിയുള്ളവരൊക്കെ ഉണ്ടാവും. മഞ്ഞു കൊണ്ടാലും ഈ മഞ്ഞു നല്ലതിനാണ്.
ഹബീബായ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്ന, അവിടുത്തെ ദർശനങ്ങൾ വാഴ്ത്തപ്പെടുന്ന, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയാന്നുള്ളത് അള്ളാഹു തന്ന വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. സ്വലാത്തൊക്കെ നല്ല ഉഷാറായിട്ട് ചൊല്ലണം. അള്ളാഹു നാം ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ ഖുബ്ബത്തുൽ ഖദറായിന് താഴെ കിടക്കുന്ന ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട റൗളയിലേക്ക് അല്ലാഹുവേ ഈ സ്വലാത്തുകൾ നീ എത്തിക്കണമേ തമ്പുരാനേ. وقال نبينا وشفيعنا وحبيبنا محمد صلى الله عليه وسلم بني الإسلام على خمس شهادة أن لا إله إلا الله وإقام الصلاة شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت إن استطاع إليه سبيلا. وقال صلى الله عليه وسلم مفتاح الجنة الصلاة. صدق رسوله النبي الكريم. تنقلت في أصلابي أربابي سودادي كذا الشمس في أبراجها تتنقل. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هانيئا لقوم أتى فيهم ومنهم بدا منك بدر بالجمال مسربل. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ختام جميع الأنبياء محمد ويوم قيام الناس يبعث أول. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടനായ നമ്മുടെ ഖത്തീബ് ബഹുമാനനായ ഉമർ സാദി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള നമ്മുടെ മീലാദ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അഹമ്മദ് ഹാജി സാഹിബ്, സ്വാഗതമോദിയ അഭിവന്ദനായ സുഹൃത്ത് ബഹുമാനനായ സാദി ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സ്നേഹനിധികളായ ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചനുജന്മാരെ, അകലെ നിന്നും മറ്റുമായി എന്നെ ശ്രവിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ ഈ രാത്രി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രവാചക സ്നേഹത്തിന്റെ 1000 കാവ്യ തല്ലജങ്ങൾ അതരങ്ങളിൽ അടർത്തിയെടുത്ത് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ പ്രകടനങ്ങളും സ്നേഹപ്രകടനങ്ങളും
ഈമാനും വിശ്വാസവുമുള്ള ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, കൂടുതലായി പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുണ്യമായ വസന്തോത്സവത്തിന്റെ അനുഗ്രഹീതമായ രാത്രിയിൽ അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞത് അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആമുഖങ്ങൾ ദീർഘിപ്പിക്കാതെ വളരെ മനോഹരമായ ഒരു ടൈറ്റിൽ ഇവിടെ നൽകപ്പെട്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നത്. മഹാനായ തങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നാൽ ഞാൻ എന്റെ സംസാരം അതോടുകൂടെ സമാപ്തി കുറിക്കും എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി. ഗൗരവമേറിയ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ മഹത്തായ സദസ്സിൽ ഞാൻ എന്നെയും നിങ്ങളെയും നടത്താൻ ആഗ്രഹിക്കുന്നത്. നിസ്കാരം, മുസ്ലിമിന്റെ സംസ്കാരം എന്ന വളരെ മനോഹരമായ ഒരു തലക്കെട്ടാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഈ പവിത്രമായ മാസവും ഈ പവിത്രമായ വിഷയവും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ലോകത്തിന്റെ ഗുരുനാഥനായ മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. മദീനക്കാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ദിവസമാണെങ്കിൽ മദീനക്കാരുടെ മനസ്സിൽ ഏറ്റവും വലിയ നൊമ്പരമായി വേദനയായി നിലകൊള്ളുന്ന ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. അതുകൊണ്ടാണ് അവർക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞുപോയി, കുല്ലു മുസീബ മൻ അസ്വാബഹു മുസീബ. നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല മുസീബത്തോ ബുദ്ധിമുട്ടോ പരീക്ഷണങ്ങളോ പ്രാരാബ്ദങ്ങളോ വന്നാൽ എനിക്ക് വന്നു ചേർന്ന ഞാൻ കാരണമായി നിങ്ങൾക്കുണ്ടായ മുസീബത്ത് കാരണമായി നിങ്ങൾ അതിൽ ആശ്വാസിക്കണം. നമുക്ക് വലിയ ഇടങ്ങേറുണ്ടായിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വലിയ വലിയ ഇടങ്ങേറ് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ എന്ത് തന്നെ ഉണ്ടായാലും മക്കൾ മരണപ്പെട്ടു പോയി, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, തന്റെ സഹധർമ്മിണിയായ പൊന്നു ഭാര്യ ലോകത്തോട് വിട പറഞ്ഞു, തന്റെ ഭർത്താവ് മരിച്ചുപോയി, കച്ചവടങ്ങളിൽ നഷ്ടമുണ്ടായി, വീട് തകർന്നുപോയി, ഓരോ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും മൻ അസ്വാബഹു മുസീബ, വല്ല മുസീബത്തും നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നാൽ ഫല്യതഅസ്സ ബിമുസീബത്തി, ഞാൻ കാരണം എന്റെ വേർപാട് കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്തുണ്ടല്ലോ, അത് ഏറ്റവും വലിയ മുസീബത്ത്. അല്ലാഹു ആ മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. നോക്കൂ മുഅ്മിനീങ്ങളെ, അതുകൊണ്ടല്ലേ മദീനക്കാർ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞതോടെ ചിരിക്കാത്തവർ മദീനയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് തീർത്ത ആഘാതം കാരണമായി മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടായിരുന്നു. ഇത് കേവലം അങ്ങനെ ഒരു സ്നേഹമല്ല. നമ്മൾ ഇന്നലെ പത്രങ്ങളിലൊക്കെ വായിച്ചു, തമിഴ്നാട്ടിലെ അമ്മ മരിച്ചപ്പോ 77 ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞു. അതൊരു സ്നേഹമാണ്. ഈ സ്നേഹം നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹമാണ് തമിഴന്മാരുടെ സ്നേഹം എന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാളൊക്കെ എത്രയോ റഹ്മത്തുൽ ലിൽ ആലമീൻ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ വേർപാട് താങ്ങാനാവാതെ ആ വേർപാടൊരിക്കലും സഹിക്കവയ്യാതെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയവർ മദീനയിലുണ്ടായിരുന്നു. തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ആരോ പറഞ്ഞു, തോട്ടത്തിലെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ വന്ന് പറഞ്ഞത്, തുഫിയ റസൂലുള്ളാഹ്. നിങ്ങൾ എന്താ സ്വലാത്ത് അല്ലാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വലാത്ത് ചൊല്ലിക്കാൻ വേണ്ടി എന്താ വല്ല മടിയൊന്നുണ്ടോ? ഇല്ലല്ലോ. ബഖീലാവാൻ പാടില്ല നമ്മൾ. അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു സ്വലാത്തിലൂടെ നാം കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞുവെന്നാരോ വന്ന് പറഞ്ഞപ്പോ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തോട്ടത്തിൽ പണി കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് വന്ന് റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞത്.
ഉടനടി എന്താ ചെയ്തെന്നറിയോ? രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ടൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ അഅ്മി ബസരി, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ അല്ലാഹ്. എനിക്കിനി കണ്ണ് വേണ്ട, എനിക്കിനി കണ്ണ് വേണ്ട അല്ലാഹ്. ഹത്താ ലാ അറാ ബഅദ ഹബീബി അബദാ. റസൂലിനെ കാണാത്ത കണ്ണോട് ഞാൻ കാണേണ്ടത്? ആ കാണാത്ത കണ്ണെനിക്ക് കണ്ണേ വേണ്ടെന്ന് പറഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോകാൻ ദുആ ചെയ്തവരാണവർ. അപ്പോൾ നമ്മളടി കുറച്ച് ആൾക്കാർ ചോദിക്കും, അങ്ങനെ നബി ചെയ്തണോ ഓലെന്നത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അവരെ കൽബിന്റെ രോഗം മാറാൻ നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ള മൗലിദ് ഓതിക്കണോ? റസൂലുള്ള മജ്ലിസുൻ നൂർ നടത്തിയിട്ടുണ്ടോ? റസൂലുള്ള മറ്റെന്തെങ്കിലും ബദരീങ്ങളുടെ അസ്മാവ് ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തിനും അങ്ങനെ പറയുന്ന ആൾക്കാർ ഓർക്ക് മറുപടി പറയാൻ നിന്നാൽ നമ്മളെ ഊർജ്ജവും നമ്മുടെ സമയവും വെറുതെ നമ്മൾ കളയലാണ്. അവർക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കാം. എന്തൊക്കെയോ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാവാനുള്ള ഒരു ശ്രമക്കോല് നടത്തി, അത് ഒന്നാവൊന്നും തോന്നണില്ല. ഏതായാലും വേണ്ടിയില്ല, ഒന്നായാലും രണ്ടായാലും 10 ആയാലും നമുക്ക് പ്രശ്നമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം ആ കൽബുകളിലൊക്കെ എത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹ പ്രകടനങ്ങൾ വിവിധ രൂപത്തിലുണ്ടായത്. ആ വഫാത്ത് താങ്ങാനാവാത്തത് കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെ ഓടി നടന്നത്. കണ്ടില്ലേ നമ്മൾ? പൊതുവെ സൗമ്യനായ, പൊതുവെ എപ്പോഴും ഒരു സൗമ്യ പ്രകൃതിയുടെ ഉടമയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആൺകുട്ടിയെ പോലെ, ധീരനായ പുലിക്കുട്ടിയെ പോലെ ഗതിച്ചത് അള്ളാന്റെ റസൂൽ വഫാത്തായ ദിവസമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്ത് എന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാത്ത വല്ലാത്തൊരു ഘട്ടം വന്നപ്പോഴാ, മനസ്സ് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ഘട്ടം വന്നപ്പോഴാ അള്ളാന്റെ ഹബീബ് ആരെങ്കിലും വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് മദീനയുടെ തെരുവീതികളിലൂടെ വാളും ചുവറ്റി നടന്ന മഹാനായ ഇസ്ലാമിന്റെ വിളക്കുമാടമായ ഉമർ സിറാജുൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ വിളക്ക് കാണണോ? സ്വർഗ്ഗക്കാരുടെ വിളക്ക് കാണണോ? ആ വിളക്കാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ വിശേഷിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു സ്വബോധം പോയത് എങ്ങനെയാ? അള്ളാന്റെ ഹബീബുമായി വല്ലാത്തൊരു മാനസികമായ അറ്റാച്ച്മെന്റ് തീർത്തു കഴിഞ്ഞു അവർ. അള്ളാന്റെ ഹബീബുമായി വല്ലാത്തൊരു ഹൃദയബന്ധം രൂപപ്പെടുത്തി കഴിഞ്ഞു അവർ. ആ ഹൃദയബന്ധം ഉണ്ടായപ്പോ റസൂലുള്ളാഹി വഫാത്താവുകയോ അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറയുകയോ, ഏതായാലും മുഅ്മിനീങ്ങളെ ഞാനിത് പറഞ്ഞത് എന്തെന്നറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോ മദീനക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു ദിവസമുണ്ടെങ്കിൽ അത് ആ ദിവസമാണ്. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസമെന്നാൽ അങ്ങനെ സങ്കടം അവരുടെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി മഹാനായ ഉമർ തങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? അള്ളാന്റെ സ്നേഹവും ബിലാൽ തങ്ങളുടെ സ്നേഹവും അത് രണ്ടും ഒരു പ്രത്യേക സ്നേഹമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ പേര് പറഞ്ഞപ്പോഴേക്ക് ബോധം പോയി. അള്ളാഹുവിനോ ഒരു പ്രവാചകന്റെ പേരിലും അള്ളാഹു ഒരു ശരീഅത്തിലും ബാങ്ക് എന്ന പ്രത്യേകമായ സംവിധാനമില്ല. അൽ അദാനു വൽ ഇഖാമ, അൽ അദാനു വൽ ഇഖാമ മിൻ ഖുസൂസിയത്തി ശരീഅത്തി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. വേറെ നിസ്കാരം പല നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല നബിമാർക്കും പല നിസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാങ്ക് ഒരു നബിക്കുമില്ല. ബാങ്ക് അല്ലാഹു തആല ഈ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനും ശരീഅത്തിനും മതനിയമങ്ങളിലും മാത്രം അല്ലാഹു ശറഅക്കദാ. അങ്ങനെ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ അശ്ഹദു അന്ന ആദം റസൂലുള്ളാഹ്, അശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ്, അങ്ങനെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തൊരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് റഹ്മത്തുൽ ലിൽ ആലമീനായ മദീനയുടെ നായകനായ സ്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രമാണ്.
അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഹുബ്ബ് കാണിച്ചത് അങ്ങനെയാണ്. അല്ലാഹു ആ പേര് പറഞ്ഞുകൊണ്ടാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ പേര് പറയാൻ കഴിയുന്നില്ല, ബാങ്ക് വിളിക്കാൻ തയ്യാറായില്ല. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീനയിൽ ഞാനിനി ബാങ്ക് വിളിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർബന്ധിതനായി ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയപ്പോ ബിലാൽ അതാ ബാങ്ക് വിളിക്കാൻ ഒരുങ്ങിയപ്പോ ആ ബാങ്ക് കേട്ടപ്പോ ജനങ്ങളെല്ലാം മദീന പള്ളിയുടെ അരികിലേക്ക് ഒരുമിച്ച് കൂടുകയും എല്ലാവരും ആർത്തട്ടഹസിച്ച് കരഞ്ഞുപോയെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുകയാ. ആ ബാങ്ക് ഇങ്ങനെ കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചുപോയ ആ ഇന്നലകൾ അവരുടെ മനസ്സിലേക്ക് മനോമുഖരങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആർത്ത് കരയാൻ തുടങ്ങി. അതൊരട്ടഹാസമായി മാറി, അതൊരു വല്ലാത്ത ആർപ്പുവിളിയായി മാറി. എല്ലാവരും കരഞ്ഞു കലങ്ങിയ ഇന്നലകളുടെ ചരിത്രം മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തി വെക്കുമ്പോ വഫാത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബ് അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണേ എന്റെ ചെറുപ്പക്കാരെ, കേൾക്കണേ എന്റെ സഹോദരങ്ങളെ, കേൾക്കണേ എന്റെ സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ. റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോ സ്വാഗത പ്രഭാഷണത്തിൽ മഹാനായ സഅദി ഉസ്താദ് പറഞ്ഞത് ഞാൻ അടിവരയിടുകയാണ്. വർണ്ണാലങ്കരമായ വർണ്ണശബളിമ നിറഞ്ഞു നിൽക്കുന്ന ഈ ദീപാലകൃതമായ നമ്മുടെ സദസ്സിലെ ദീപത്തിന്റെ നാളങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചൊല്ലാതിരുന്നാൽ, നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വല്ല മാറ്റവും അതുവഴി ഉണ്ടാവാതെ പോയാൽ, വല്ല മാറ്റവും അതുവഴി ഉണ്ടാവാതെ പോയാൽ, എല്ലാ ദിവസവും വഅദ് കേൾക്കുന്നു, സുബ്ഹിക്കണീക്കാതെ സുബ്ഹി ഖളാ ആക്കുന്ന നിസ്കരിക്കുന്ന ഏർപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, മഗ്രിബ് ഖളാ ആക്കി വിനോദങ്ങളിലും കളികളിലും ഏർപ്പെടുന്ന സംവിധാനങ്ങളും രൂപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ചെറുപ്പക്കാരാ, നിസ്കാരം ശ്രദ്ധിക്കാതെ ളുഹ്റോ അസ്റോ മഗ്രിബോ ഗൗനിക്കുക പോലും ചെയ്യാതെ തോന്നുന്ന നേരത്ത് പള്ളിയിലേക്ക് വരുന്നു, തോന്നുമ്പോൾ നിസ്കരിക്കുന്നു. ഈ ഒരു രീതി വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അനുഗ്രഹീതമായ ഈ സദസ്സും പ്രഭാഷണങ്ങളും ഉത്ബോധനങ്ങളും നസീഹത്തുകളും കേട്ടിട്ടും നമ്മൾ തുടർന്നാൽ ഫസൗഫ യൽഖൗന ഗയ്യാ, അവരെ കാത്തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച തീനാളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, തീനാളങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട റയ്യെന്ന നരകത്തിന്റെ താഴ്വരയാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളിലൂടെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വേളയില് വഫാത്താവാൻ വേണ്ടി ഇങ്ങനെ അവസാന സമയം റസൂലുള്ളാഹിന്റെ വഫാത്ത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. പറഞ്ഞാൽ തീരാത്ത പറയാനുണ്ട്. അല്ലാഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ സ്നേഹിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്താ അവിടുന്ന് അവസാനം പറഞ്ഞത്? അസ്ഹാബി അസ്സലാ അസ്സലാ. പിന്നെ റഫീഖുൽ അഅല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞ വാക്കുകളിൽപ്പെട്ടൊരു വാക്കാണ് വഫാത്തിന് തൊട്ടു മുമ്പ് ചുണ്ടൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പ്രവാചകന്മാരിൽ അത്യുത്തമൻ ആദം നബിയുടെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ഞാനാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടകനായി ഞാൻ ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുമ്പോ മുസ്ലിമീൻ, എന്റെ കൂടെ മുസ്ലിങ്ങളായ ആളുകളിലെ പാവപ്പെട്ട ഫഖീറുമാരുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് ഞാനത് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുമ്പോ സ്വർഗത്തിലെ ഒന്നാമതായി നാളെ മഹ്ശറിലെ ആദ്യത്തെ റെക്കമെൻഡ് ചെയ്യുന്നവൻ ഞാനാണ്. ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവൂല. ആരും ശഫാഅത്തിന് അധികാരപ്പെടാതെ അവകാശപ്പെടാതെ ശഫാഅത്തിന് ധൈര്യപ്പെടാതെ എല്ലാവരും മാറി നിൽക്കുമ്പോ ഞാനാണ് ഒന്നാമത്തെ ശുപാർശകൻ. ശഫാഅത്ത് ചെയ്തതുകൊണ്ട് മാത്രമായില്ലല്ലോ, അല്ലാഹു അത് സ്വീകരിക്കണ്ടേ. സ്വർഗത്തിലെ ഒന്നാമത്തെ മുശഫ്ഫിഉം ഞാനാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാമെന്ന മുത്തുനബി അവസാനം പറഞ്ഞതിന്റെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, അസ്ഹാബി അസ്സലാ അസ്സലാ
സഹാബത്തെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ. നിസ്കാരം നിങ്ങളുടെ സംസ്കാരമാണ്. നിസ്കാരം നിങ്ങളുടെ സംസ്കാരമാണ്. നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ്. നിസ്കാരം ഒഴിവാക്കല്ല, നിസ്കാരത്തിൽ അമാന്തം കാണിക്കല്ല, നിസ്കാരം അവഗണനയോടെ തള്ളല്ല. നിസ്കാരം നിന്റെ കൈകളിലുണ്ടായാൽ, നിസ്കാരം നിന്റെ ജീവിതത്തിലുണ്ടായാൽ, നിസ്കാരം നിന്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നിഴലിച്ചു നിന്നാൽ, ജീവിതത്തിൽ പല വിഷയങ്ങളിലും വീഴ്ച പറ്റിയാലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് നീ മാറി നിന്നാൽ സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു തരും നിസ്കാരത്തിലൂടെയെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മിഫ്താഹുൽ ജന്നതി അസ്സലാഹ്, മിഫ്താഹുൽ ജന്നതി അസ്സലാഹ്. ഞാനിവിടെ ഓതി വെച്ചല്ലോ ഒരായത്ത്, സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്യമാണത്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നിസ്കാരം അവഗണിക്കപ്പെടുകയാണ്. ഒരു കല്യാണം വന്നാൽ, ഒരു ഫംഗ്ഷൻ വന്നാൽ, ഒരു സൽക്കാരം വന്നാൽ എത്ര സഹോദരിമാരാ നിസ്കാരം ഖളാ ആക്കുന്നത്. എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ ഉള്ളത് പറയുകയാണ്. നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ എന്തേ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും വേണമെങ്കിൽ നമുക്ക് ഏർപ്പാടാക്കിക്കൂടെ? പരിസരങ്ങളിൽ വീടില്ലേ, കല്യാണ വീട്ടിൽ അത് നിർവഹിച്ചൂടെ? മംഗലം വന്നാൽ എത്ര ആളുകളാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പിറകോട്ട് പോകുന്നത്? നിസ്സാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞ്, യാത്രയുടെ പേര് പറഞ്ഞ്, കളിയുടെ പേര് പറഞ്ഞ്, വിനോദങ്ങളുടെ പേര് പറഞ്ഞ് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ അമാന്തവും വല്ലാതെ അവഗണനയും നമ്മൾ കാണിക്കുമ്പോ അല്ലാഹു പറഞ്ഞത് നിസ്കരിക്കുന്നവർ എന്നല്ല, അല്ലാഹു പറഞ്ഞത് നിസ്കരിക്കുന്നവർ എന്നല്ല ചെറുപ്പക്കാരാ, അല്ലാഹു പറഞ്ഞത് നിസ്കരിക്കുന്നവർ എന്നല്ല സഹോദരിമാരെ. അല്ലാഹു പറഞ്ഞത് അല്ലദീന യുഖീമൂനസ്സലാഹ്, അല്ലദീന യുഖീമൂനസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ എന്നാണ്. നല്ല ഉഷാറുണ്ട്, വലിയ കുഴപ്പമൊന്നാക്കാതെ പോണട്ടോ. രണ്ടാമത് വരുമ്പോ ഒരു പേടിയാ. അല്ലദീന യുഖീമുനസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരെന്നാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോ? നിസ്കരിക്കുന്നവര് നല്ല പറഞ്ഞ് ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്നവരെന്നല്ല. അവൻ തോന്നുന്ന നേരത്തൊക്കെ പള്ളിയിൽ കയറും, ചിലപ്പോ സുബഹി തീരല്ല, ചിലപ്പോ മഗ്‌രിബ് ഇശാം കൂടി ഒന്നിച്ച് കൂട്ടിയടിക്കാം, ഊറക്കട നിൽക്കട്ടെ, അത് അസറിന്റെ കൂടെ അങ്ങോട്ട് ഒന്നിച്ചടിക്കാം, ഇങ്ങനെയൊക്കെ കരുതി ഒന്നിച്ച് കഴിക്കുന്നവരെന്നല്ല. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നിസ്കാരത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച ഏതൊക്കെ ആയത്തുകളുണ്ടോ എല്ലാ ആയത്തുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ, ആയത്തുകളൊന്നും വിശാലമായ കടന്നിയല്ലാതെ സമയമല്ല, ഒന്ന് രണ്ട് ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അൽ ബഖറ സൂറത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊക്കെ മനപ്പാടുള്ള ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലികൽ കിതാബ്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുത്തഖീങ്ങൾക്കുള്ള സ്വർഗ്ഗത്തെ പറ്റി അല്ലാഹു പറയാ. മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നത്. തഖ്വ മനസ്സിലുള്ള ആളുകൾക്ക് അത് വഴികാട്ടിയാണ്. ആരാ മുത്തഖീ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാ. അല്ലാഹനെ കണ്ടില്ലേലും അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുന്നവനാ. ഖുർആൻ അല്ലാഹു ഇറക്കിയത് എങ്ങനെയാണെന്ന് കണ്ടില്ലേലും അത് മുറുകെ പിടിക്കുന്നവനാ. നബിമാരെ കണ്ടില്ലേലും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവനാ. മലക്കുകളെ കണ്ടില്ലേലും മലക്കുകളിൽ വിശ്വസിക്കുന്നവനാ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ്സലാഹ്. എന്താ യുഖീമൂന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരെന്നാണോ? നോ. പിന്നെ നിസ്കാരം നിലനിർത്തുന്നവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരാണവർ. എത്ര ശ്രദ്ധേയമായൊരു വാക്കാണ് ചെറുപ്പക്കാരെ. ഇത് ജീവിതത്തിൽ തുടങ്ങിയാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായി നീ മാറുമ്പോ, ജീവിതത്തിന്റെ നിർബന്ധ ബാധ്യതയായി നിസ്കാരം മാറുമ്പോ, അത് നിർബന്ധ ബാധ്യതയാണെന്ന് നീ അപ്പോഴേ തിരിച്ചറിയാനാ നിന്റെ
നിന്റെ രക്ഷിതാക്കളോട് മുത്തുനബി പഠിപ്പിച്ചത് മുറൂ ഔലാദകും ബിസ്വലാ ഇദാ ബലഗൂ സബ്അ സിനീൻ. 7 വയസ്സായ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചോളണം ഉമ്മ, കൽപ്പിച്ചുകൊള്ളണം ഉപ്പ. ഇത് മുഅ്മിനിന്റെ നിന്റെ മക്കളുടെ സംസ്കാരമായി മാറാനുള്ളതാ. അതുകൊണ്ട് 7 വയസ്സായാൽ കൽപ്പന തുടങ്ങണേ. വഇദാ ബലഗൂ 10 സിനീൻ ഫദ്രിബൂഹും അലൈഹാ. 10 വയസ്സായ പിന്നെ എന്താടാ നിസ്കരിച്ചടാ, നിസ്കരിച്ചടി ഒരടി കൊടുക്കണം. നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ അടി കൊടുക്കണം. അള്ളാന്റെ റസൂലിന്റെ സൈക്കോളജി നോക്കൂ. അങ്ങനെ ചെയ്താൽ പ്രായപൂർത്തിയാവുമ്പോഴേക്ക് ഈ ആണും പെണ്ണും ഇത് തന്റെ നിർബന്ധമായ ബാധ്യതയാണെന്ന തിരിച്ചറിവ് അവനുണ്ടാവും. പ്രായപൂർത്തിയായാലോ മരണം വരെ തന്റെ ജീവിതത്തിൽ ഒഴിവായി പോകുന്നില്ല. മരണം വരെ തന്റെ ജീവിതത്തിൽ ഒഴിവായി പോകുന്നില്ല. നിൽക്കാൻ നിനക്ക് കഴിയൂലേ, ഇരിക്കണേ. ഇരിക്കാൻ കഴിയൂലേ, ചെരിഞ്ഞു കിടക്കണേ. കഴിയൂലേ, മലർന്നു കിടക്കണേ. കഴിയൂലേ, നിസ്കാരത്തിന്റെ ഓരോ അർക്കാനുകളും നിന്റെ ഹൃദയത്തിൽ ആംഗ്യമായി സൂചനയായി കൊണ്ടുവന്നുകൊണ്ടെങ്കിലും നിസ്കാരം നിലനിർത്തണമെന്ന് ശറഅ് പഠിപ്പിക്കുമ്പോ അല്ലദീന യുഅ്മിനൂന ബിൽഗൈബി വയുഖീമൂനസ്സലാ. എത്ര മനോഹരമായ വാക്കാണത്. എന്താ അല്ലാഹു അങ്ങനെ പറയാൻ കാരണം? നിസ്കാരം ജീവിതത്തിൽ ഭാഗമാവണം. നിസ്കാരം ഒരിക്കൽ പോലും ഒഴിവാക്കല്ല. യാത്രയുടെ കാരണം അതിനില്ല. അല്ലാഹു ഇളവുകൾ തന്നു. നിന്റെ യാത്ര 2 മർഹലയുണ്ടായാൽ 132 കിലോമീറ്റർ ഏകദേശം നിന്റെ യാത്രയുണ്ടായാൽ ജംഉം ഖസ്റും നിനക്ക് അനുവദനീയമാണ്. 3 മർഹല നിന്റെ യാത്രയുണ്ടായാൽ ഏകദേശം 200 കിലോമീറ്റർ നീ യാത്ര ചെയ്യുന്നവനായാൽ ജംഉം ഖസ്റും നിനക്ക് സുന്നത്താണെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുമ്പോ എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലാഹു തന്നോ, എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലാഹു തന്നോ. എന്നാൽ പോലും നിസ്കാരം ഒഴിവാക്കല്ല ചെറുപ്പക്കാരാ, നിസ്കാരം ഒഴിവാക്കല്ല സഹോദര, നിസ്കാരം ഒഴിവാക്കല്ല സഹോദരി. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാനും നീയുമൊക്കെ മരിച്ചു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മുമ്പിലെത്തണ്ടേ, കണക്ക് പറയണ്ടേ, കണക്ക് നിറയണ്ടേ, കണക്ക് പറയണ്ടേ. നമ്മളെല്ലാം ബാങ്കിൽ പോയിട്ട് നമ്മൾ വിയർക്കുകയാണ്, ബാങ്കിൽ പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒന്ന് മാറ്റിയെടുക്കാൻ, ആ പണം മാറ്റിയെടുക്കുമ്പോ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടല്ലാതെ ബാങ്കിൽ നിന്ന് പണം അധികൃതർ നമുക്ക് തിരിച്ചു തരുന്നില്ല. വില്ലന്മാരായ വലിയ വലിയ ആൾക്കാർക്ക് പല വഴികളുണ്ട്. സാധുക്കളായ ആൾക്കാർ അണ്ടി വിറ്റിട്ടും അടക്ക വിറ്റിട്ടും 500 1000 ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ആ 500 1000 മാറ്റാൻ വേണ്ടി ഒരു ദിവസം ജോലി ഒഴിവാക്കി പോയിട്ട് വിയർക്കേണ്ട അവസ്ഥ. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഏതോലാവട്ടെ മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വിചാരണയുടെ ദിവസം അതൊരു വല്ലാത്ത കഠിനമായ കഠോരമായ ദിവസമാണ്. മരിച്ചു ചെന്നാൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ആദ്യമായി അല്ലാഹു വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? അസ്സലാ. നിസ്കരിച്ചടാ, എത്ര ദുഹർ ഖളാ ഉണ്ട്, എത്ര അസ്ർ ഖളാ ആക്കി, എത്ര സുബ്ഹിക്ക് നീ ഉറങ്ങിക്കളഞ്ഞടാ, എത്ര മഗ്രിബ് നമസ്കാരം നീ നിർവഹിക്കാതെ തേച്ച് കളഞ്ഞടാ, എത്ര മഗ്രിബ് നമസ്കാരം നീ നിസ്കരിക്കാതെ ഒഴിവാക്കി കളഞ്ഞടാ. ജീവിതത്തിന്റെ കൃത്യമായ കണക്കെടുപ്പ് അല്ലാഹുവിന് കൊടുക്കേണ്ടി വരുമ്പോ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ മുത്തഖീങ്ങളായ ആളുകളെ പറ്റി പറഞ്ഞതിന്റെ പിറകിൽ പറയുകയാ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫൽ. അവർക്ക് ശേഷം ഇവിടെ ഒരു തലമുറ വരാനുണ്ട്. സൂറത്തു മറിയം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അതാ. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ് അല്ലാഹുസ്സലാ. നിസ്കാരം പാഴാക്കി കളഞ്ഞ ഒരു വിഭാഗം ആളുകൾ, നിസ്കാരം ഒഴിവാക്കി കളഞ്ഞ ഒരു വിഭാഗം ആളുകൾ, നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു തലമുറ ലോകത്ത് വരാനുണ്ട്. അല്ലാഹു കാക്കട്ടെ. അല്ലദീന അല്ലാഹുസ്സലാ വത്തബഉ ശഹവാത്. ദേഹേച്ഛകളെ പിന്തുടർന്നവരാണവർ, ദേഹേച്ഛകൾക്ക് താല്പര്യം കൊടുത്തവരാണവർ, ശഹവാത്തിന് പ്രാമുഖ്യം കൊടുത്തവരാണവർ, ദേഹത്തിന്റെ താല്പര്യങ്ങളെ എപ്പോഴും മുന്നിൽ കൊണ്ടുവന്നവരാണവർ. ഈ ആളുകളുടെ അവസ്ഥ എന്താ? ഇവർ നാളെ കാണാനിരിക്കുന്നത് അയ്യോ എന്ന അല്ലാഹുവിന്റെ നരകമാണ്, നരകമാണ്.
നരകെന്ന് പറയണ സുഖം അത് അനുഭവിക്കാനുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിലെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയോ? ആ ചൂടിന്റെ അരികിലേക്ക് പോലും അടുക്കാൻ നമ്മൾ പ്രയാസപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന ദുനിയാവിലെ ചൂടിന്റെ 10 മടങ്ങ് വർധനവ്, ഇരട്ടി ചൂടുള്ള അല്ലാഹുവിന്റെ നരകാഗ്നി തയ്യാറാക്കപ്പെട്ട അല്ലാഹു ഒരുക്കി വെക്കുന്നത് ഇത്തരക്കാരായ ആളുകൾക്ക്. അവിടെയും അല്ലാഹു വല്ലാത്ത കാരുണ്യവാനാണ്. നോക്ക്, അവിടെ അല്ലാഹു ചെറുപ്പക്കാരി, സഹോദരി, നമുക്ക് സമയമുണ്ട് നമുക്ക്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാ. 30 വയസ്സായി എനിക്ക്, 33 വയസ്സായി എനിക്ക്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും ഞാൻ അലംഭാവം കാണിച്ചു, അശ്രദ്ധ കാണിച്ചു. പലപ്പോഴും സുബ്ഹ് ഞാൻ ഖളാ ആക്കി, പലപ്പോഴും മഗ്രിബ് ഞാൻ ശ്രദ്ധിച്ചില്ല. പലപ്പോഴും ഞാൻ സുബ്ഹ് സമയം കിടന്നുറങ്ങി. ഞാൻ രാവിലെ 7 മണിയോ 8 മണിയോ 8:30 മണിയോ ആവുമ്പോ പോത്തുപോലെ കിടന്നുറങ്ങി ഞാൻ എണീറ്റ് പോയിട്ടുണ്ടല്ലോ. പടച്ചവനെ എനിക്ക് മാറണം, അല്ലാഹുവേ എനിക്ക് മാറണം, അല്ലാഹുവേ എനിക്ക് മാറണം. പടച്ചോനെ എനിക്ക് നിസ്കരിക്കണം, അല്ലാഹുവേ എനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവനാവണം. എന്റെ മുത്ത് റസൂൽ സമ്മാനമായി നൽകിയ നിസ്കാരം, എന്റെ മുത്ത് റസൂൽ ഔദാര്യമായി നൽകിയ നിസ്കാരം, എന്റെ മുത്ത് റസൂൽ പ്രസന്റേഷനായി കൊണ്ടുവന്ന നിസ്കാരം, ഈ നിസ്കാരം എന്റെ സംസ്കാരമായി മാറണം. ഈ ഒരു തിരിച്ചറിവ് ചെറുപ്പക്കാരി, സഹോദരി നമുക്കുണ്ടായാൽ, നമ്മുടെ മക്കൾക്കുണ്ടായാൽ രക്ഷപ്പെട്ടു അല്ലാഹു സഹായിക്കട്ടെ. പടച്ചോൻ അവസരം തരാണ്, പക്ഷെ സമയം ഉണ്ടാവില്ല. എപ്പോ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ അസ്റായീലിന്റെ വരവെപ്പോഴാണെന്നറിയോ? അസ്റായീൽ നിലച്ചിരിക്കാത്ത നേരത്തല്ലേ നമ്മുടെ അരികിലേക്ക് വരുന്നത്. ഒറ്റ വീർപ്പ് തീർന്നു പോയാൽ തീരുമാഹങ്കാരം, ഒക്കെയും പാടച്ചർവിൽ തേട് സാധാ നേരം. നമ്മുടെ ഒറ്റ വീർപ്പങ്ങ് തീർന്നുപോയാൽ മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം താഴോട്ട് വലിക്കാനും താഴോട്ട് വിടാനും കഴിയാത്ത വല്ലാത്തൊരു ഘട്ടം നമ്മുടെ മുമ്പിൽ വരുമ്പോ എല്ലാ അഹങ്കാരവും തീർന്നു പോകൂലേ? ഒറ്റ വീർപ്പ് തീർന്നു പോയാൽ തീരുമാഹങ്കാരം, ഒക്കെയും പാടച്ച റബ്ബിൽ തേട് സാധാ നേരം. മൺമറഞ്ഞു പോയൊരു വലിയ മഹാനുണ്ടായിരുന്നു, ശൈഖുനാ സി.എച്ച്. ഹൈദ്രൂസ് മുസ്ലിയാർ. വലിയൊരു പണ്ഡിതനായിരുന്നു. അള്ളാഹു പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ. സുന്നത്യമായത്തിനൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച മഹാനായൊരു പണ്ഡിതനായിരുന്നു. ഈ വരികൾ കൂർത്തോർത്ത് ഞാൻ ദാറുൽഹുദയിലാണ് പഠിച്ചത്. ദാറുൽഹുദയിൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കൊക്കെ അറിയാം. ആ സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരുണ്ടായിരുന്നു, ഒരു ക്ലർക്ക്, ഹമീദ് ഖാൻ എന്ന് പറയും. അദ്ദേഹം വലിയ പാട്ടുകാരനായിരുന്നു. ഉപരി പാട്ട് പാടും. ബഹുമാനപ്പെട്ട സി.എച്ച്. ഉസ്താദ് ആ പാട്ട് ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കും. ഹമീദേ, നിന്റെ പാട്ടൊന്ന് പാട്, ഹമീദേ, ആ നിന്റെ പാട്ടൊന്ന് പാട് എന്ന് പറയും. മഹാനായ വന്യവയോധികനായ അള്ളാഹുവിന്റെ ദീനും പരിശുദ്ധമായ ശരീഅത്തും പടുത്തിർത്താൻ മഹല്ലാന്തരം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച മഹാനായ ഹൈദ്രൂസ് മുസ്ലിയാർ ആ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് കണ്ണിങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്നു. ഒറ്റ വീർപ്പ് തീർന്നു പോയാൽ തീരുമാഹങ്കാരം, ഒക്കെയും പാടച്ച റബ്ബിൽ തേട് സാധാ നേരം. വലിയൊരു പാട്ടാണ്. വലിയ പാട്ടുകാരനൊന്നും അല്ലാത്തോണ്ട് പാട്ടറിയില്ല. ഒറ്റ വീർപ്പ് തീർന്നു പോയാൽ തീരും അഹങ്കാരം. വലിയൊരു ആശയാണ്. ഈ അഹങ്കാരവും കിബ്റും വലിയ മുത്തക്കബ്ബിരീങ്ങളായി നമ്മള് ഈ നടത്തൊക്കെ മുകളിലേക്ക് വലിച്ച ശ്വാസം താഴോട്ട് വിടാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ, എല്ലാ അഹങ്കാരങ്ങളും തീർന്നു പോകുമ്പോ, എന്റെ മുഅ്മിനേ, എന്റെ ഹബീബിങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരം അല്ലാഹു മാറ്റി തന്നിരിക്കുകയാ. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാ. തൗബ ചെയ്യാനും സ്വാലിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അമലുൻ സ്വാലിഹാത്തിലേക്ക് മടങ്ങാനും നിസ്കാരത്തിൽ കൃത്യത പുലർത്താനും ആരെങ്കിലും തയ്യാറായാൽ അവൻ അല്ലാഹു വയ്യ കൊടുക്കൂല. അവൻ അല്ലാഹു കൊടുക്കുന്നത് എന്താ? ഫഉലായിക
ഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നാളെ കടക്കാനിരിക്കുകയാ. വലാ യുളമൂന ശൈആ, അല്പം പോലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദുൽമുണ്ടാവൂല. അല്ലാഹു ദുൽമ ചെയ്യൂല. അല്ലാഹു വല്ലാത്ത കാരുണ്യവാനാ. അല്ലാഹു ഒരിക്കലും നമ്മളോട് അതിക്രമം കാണിക്കൂല. തൗബ ചെയ്യാൻ തയ്യാറായോ? അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഒരുക്കമായോ? അല്ലാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധത കാണിച്ചോ? ഇല്ല, അല്ലാഹു ഒരിക്കലും ഒന്നും ചെയ്യൂല. ജന്നാത്തു അദ്ൻ, ജന്നാത്തു അദ്നില്ലതി വഅദർ റഹ്മാനു ഇബാദ, തന്റെ സദ്വൃത്തരായ അടിമകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് അല്ലാഹു അവനെ ആനയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ നിസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. മദീനയിലേക്ക് കടന്നു വന്നില്ലേ റഹ്മത്തുൽ ആലമീനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ആദ്യം നടത്തിയൊരു പ്രസംഗമുണ്ട്, ഒന്നാമതായി നടത്തിയ ഒരു പ്രഭാഷണം, മദീനയിൽ ഒന്നാമതായി നടത്തിയ പ്രസംഗം, മദീനയിലെ കന്നി പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസംഗത്തിൽ മുത്തന് പറഞ്ഞത് 4 കാര്യങ്ങളാണ്. എന്റെ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പരിശുദ്ധ റബീഇന്റെ തിരുപ്പിറവിയുടെ 1491 വസന്തം നമ്മിലേക്ക് വീണ്ടും വരുമ്പോ ഈ വസന്തോത്സവത്തിൽ മുത്തുനബി ഒന്നുകൂടെ കൂടുതലായി പ്രകടിപ്പിക്കപ്പെടുമ്പോ ഈ വസന്തോത്സവത്തിൽ മുത്തുനബിയുടെ ചരിത്രങ്ങളും ജീവിതങ്ങളും തലനാരിഴകേറി നമ്മൾ ചർച്ച ചെയ്യുമ്പോ, നമ്മുടെ പൊന്നുമക്കൾ വന്ന് കേട്ടുപാടുമ്പോ, നമ്മുടെ പൊന്നുമക്കൾ വന്ന് പ്രസംഗിക്കുമ്പോ, നമ്മൾ മദ്ഹുർ റസൂൽ നടത്തിയിട്ട്, നമ്മൾ ഘോഷയാത്ര നടത്തിയിട്ട് മുത്തു റസൂലിന്റെ ജന്മദിനത്തിന്റെ സന്തോഷ പ്രകടനങ്ങളിൽ പങ്കാളികളാവുമ്പോ മറക്കല്ല, ഓർക്കാതെ പോവല്ല. മദീനയിലേക്ക് കടന്നു വന്നപ്പോ നടത്തിയ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ പറഞ്ഞുപോയി, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ. ജനങ്ങളെ, സലാം പറയണേ എന്നല്ല പറഞ്ഞത്, സലാം നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം. കാണുന്നവരോടൊക്കെ അസ്സലാമു അലൈക്കും. കുട്ടികൾ വലിയവരോട് പറയട്ടെ, നടന്നു പോകുന്നവർ, വാഹനത്തിൽ പോകുന്നവർ, നടക്കുന്നവരോട് പറയട്ടെ. ഇസ്ലാം അതിന്റെ ചിട്ടകളും അതിന്റെ ക്രമീകരണങ്ങളും നടത്തുമ്പോ, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയോട് സലാം പറയട്ടെ, മക്കൾ ഉമ്മയോട് പറയട്ടെ, ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന രീതികൾ നമ്മളിൽ വല്ലാതെ അങ്ങ് വ്യാപിച്ചാൽ സ്നേഹം ഉണ്ടാവും. സ്നേഹം ഉണ്ടായാലോ ഈമാൻ ഉണ്ടാവും. ഈമാൻ ഉണ്ടായാലോ സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹം പോയില്ലേ, ആർക്കും കണ്ടൂടാ. പരസ്പരം ഒന്നിച്ചാണ് നിസ്കരിക്കുന്നത്, ഒന്നിച്ചാണ് നടക്കുന്നത്, ഒപ്പം തോളിൽ പിടിച്ച. ഉള്ളില് കുശുമ്പ്, ഉള്ളില് കിബറ്, ഉള്ളില് പരസ്പരം പാരവെപ്പ്, ഉള്ളിൽ പരസ്പരം പാരവെപ്പുകളും പരസ്പരം വിദ്വേഷവും വർദ്ധിക്കുമ്പോ, ജനങ്ങളെ, നിങ്ങൾ സലാം പറയുന്ന രീതി നിങ്ങൾ വ്യാപിപ്പിച്ചാൽ, സലാം പറയുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം അത് അഫ്ശുസ്സലാം. മദീനത്തേക്ക് വന്നിട്ട് മദീനയിൽ ഒരു പുതിയ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സംസ്ഥാപനം നടത്താനിരിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി പറയുന്നു, ജനങ്ങളെ, അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം, ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. റസൂലുള്ളാഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പണിയാണ് നമ്മൾ റബീഉൽ അവ്വൽ ഭക്ഷണം വിതരണം ചെയ്തിട്ട് നടത്തുന്നത്. അതും ചില ആൾക്കാർക്ക് ഒരു ചൊറിച്ചില്, നിങ്ങൾക്ക് നാളെ വരെ ചൊറഞ്ഞു കുത്തിരിക്കല്ലാതെ അതുകൊണ്ടൊരു കാര്യമില്ല. ഇതിങ്ങനെ ശക്തിപ്പെടും, ഇതങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു ഹിദായത്ത് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് അത്ഇമുത് ത്വആം വസിലുൽ അർഹാം
കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ ജനങ്ങളെ. കുടുംബങ്ങളിൽ സ്വരച്ചേർച്ചയില്ല, ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തില്ല, മക്കളും മാതാപിതാക്കളും തർക്കത്തില്ല, ജ്യേഷ്ഠന്മാരും അനിയന്മാരും പ്രശ്നങ്ങള്, ജ്യേഷ്ഠം പുതിയാപ്പിളയും അനിയൻ പുതിയാപ്പിളയും സംഘട്ടനങ്ങളില്ല, അനിയത്തിയും ജ്യേഷ്ഠത്തിയും പിണക്കത്തില്ല. നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുമ്പോ മദീനയിലേക്ക് വന്നിട്ട് ഒന്നാമതായി നടത്തിയ പ്രസംഗത്തിൽ മുത്തനബി പറഞ്ഞത് പിന്നെ പറഞ്ഞതോ വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. നിസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞത് ഒരു പ്രത്യേക നിസ്കാരാണ്, ശ്രദ്ധിക്കണേ. വസല്ലൂ ബില്ലൈൽ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണം. വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും മുങ്ങിക്കിടക്കുന്ന നേരത്ത്. എല്ലാവരും നല്ല ഉറക്കിലാണ്, എല്ലാവരും കൈ രണ്ടും തിരികിട്ട് പൊതുപ്പൊക്കെ ഉഷാറായിട്ട് പൊതച്ച് കിടക്കുന്ന ആ നേരമുണ്ടല്ലോ, സുബ്ഹിക്ക് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പോ അർദ്ധരാത്രിക്ക് ശേഷം നിനക്ക് കഴിയുന്നത് പോലെ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോ നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതരായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടക്കാൻ അത് സഹായിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പല സ്വഹാബികളോടും ഞാൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, സമയം വളരെ പരിമിതമായതുകൊണ്ട്. സ്വഹാബത്ത് വന്നുകൊണ്ട് പലരും ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോ, റസൂലുള്ളാഹിനോട് ദുആർക്കാനൊക്കെ പറയുമ്പോ ചില ദുആഇന് അവസരം ചില ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയപ്പോ സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്ത ആളുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സഹവാസം ആവശ്യപ്പെട്ട സ്വഹാബികളുണ്ട്. റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമാൻ, നബി തങ്ങൾക്ക് എപ്പോഴും വെള്ളം കൊണ്ട് കൊടുക്കുന്ന ജോലി ചെയ്തിരുന്ന ആളാണ്. റബീഅ ഉറങ്ങിക്കിടക്കുമ്പോഴും റസൂലുള്ളാഹി ഉറങ്ങാൻ പോയാലും വീടിന്റെ ഉമ്മരപ്പടിയിൽ വെള്ളമൊക്കെ ഇട്ട് നിൽക്കും ചില നേരം. ഒരിക്കങ്ങനെ രാത്രി അർദ്ധരാത്രിയിൽ മുത്തുനബി ഉണർന്നപ്പണ്ട് റബീഅത്ത് വെള്ളപ്പാത്രവും പിടിച്ചിങ്ങനെ അർദ്ധമയക്കത്തിൽ റബീഅത്തിനെ കണ്ടപ്പോ മുത്തു റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇതെന്താ റബീഅ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾക്ക് വെള്ളം ആവശ്യമായാൽ രാത്രി എങ്ങാൻ നിങ്ങൾ എണീറ്റ് പോയാൽ മദീനയുടെ വെളിച്ചമായ ഞങ്ങളുടെ എല്ലാം സിറാജായ ലോകത്തിന്റെ സിറാജായ ലോകത്തിന്റെ വിളക്കുമാടമായ താജുൽ മുസ്താഖീൻ ഇമാമുൽ ഖിബ്ലത്തൈൻ റസൂൽ റബ്ബിൽ ആലമീൻ സാഹിബു ഖാബ ഖൗസൈൻ മഹ്ബൂബ് റബ്ബിൽ മശ്രിഖൈൻ. എല്ലാമായ അങ്ങേക്ക് വെള്ളത്തിന് ആവശ്യം വന്നാൽ വെള്ളം തരാൻ ആരാടാവാ നബിയെ? നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടായാലോ എന്ന് കരുതി നേരത്തെ ഞാൻ വെള്ളപ്പാത്രവുമായി നിന്നതാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷായി. എന്തെങ്കിലും ചെയ്താലും എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അവിടെ നിന്ന് ചെയ്യും. റബീഅത്തിനോട് പറഞ്ഞു, റബീഅ സല്ലി യാ റബീഅ, റബീഅ എന്ത് ചോദിച്ചാലും ഇപ്പൊ അത് കിട്ടും. എന്താ വേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഓഫറാണ്. ഇപ്പൊ എന്ത് വേണേ ചോദിച്ചു അത് കിട്ടും എന്ന് പറഞ്ഞു. റബീഅ പറഞ്ഞു. അല്പനേരം ഇങ്ങനെ ആലോചിച്ചു. റബീഅ വളരെ സാധുവായൊരു സ്വഹാബിയ, പാവപ്പെട്ട ആളാ. എന്തൊക്കെ ചോദിക്കാൻ നബി, എനിക്ക് 2 ലക്ഷം റുപ്യ വേണം, ഒരു 10 ലക്ഷം ദിർഹം വേണം, നല്ലൊരു വീട് വേണം, 2-3 ഒട്ടകം വേണം, എന്തും പറയാലോ. പാവപ്പെട്ട സ്വഹാബിയായ റബീഅ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ നാളെ പറഞ്ഞു മതിയോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ നാളെ പറ എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായി ചോദിച്ചു, റബീഅ സല്ലി യാ റബീഅ. റബീഅത്ത് ചോദിച്ചത് എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന,
എനിക്ക് ദുന്യാവൊന്നും വേണ്ട, വീട് വേണ്ട, ഒട്ടകം വേണ്ട, കാറ് വേണ്ട, വാഹനം വേണ്ട, അടിമ വേണ്ട, ഒന്നും വേണ്ട. സ്വർഗത്തിലും നിങ്ങളെ കൂടെ എനിക്ക് സഹവസിച്ചാൽ മതി, സ്വർഗത്തിലും നിങ്ങളുടെ ഈ സാമീപ്യം കിട്ടിയാൽ മതി ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിങ്ങളെങ്ങനെ സേവിക്കാൻ കിട്ടുന്നത് പോലെ നാളെ സ്വർഗത്തിലെത്തിയാലും നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരിക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളെ സഹവസിക്കാൻ, നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ, നിങ്ങളെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് അവസരമുണ്ടാവണം നബിയെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റസൂലുള്ളാഹി നിങ്ങൾ ചിരിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, റബിയ അവ ഗൈറ ദാലിക യാ റബിയ, ഇതല്ലാത്ത മറ്റൊന്നും ചോദിക്കാനില്ലേ റബിയ? ദുന്യവിയായ ഒരുപാട് ആവശ്യങ്ങൾ പറയാനുണ്ട് റബിയത്തിന്. റസൂലുള്ളാഹി ചോദിച്ചു, വേറൊന്നും കൂടെ ചോദിക്കാനില്ല എന്ന് ചോദിച്ചു. വേറെ ഒന്നും വേണ്ട റബിയെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എങ്കിൽ യാ റബിയ അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. ഞാൻ അങ്ങനെ നിനക്ക് നൽകാം, ഞാൻ നിനക്കത് നൽകാം റബിയ. ഞാൻ നിനക്ക് സ്വർഗത്തിൽ എന്റെ സഹവാസം നൽകാം റബിയ. പക്ഷേ റബിയ നീ എന്നെ സഹായിക്കണം റബിയ, നീ എന്നെ സഹായിക്കണം റബിയ. നീ എന്നെ സുജൂദ് ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സ്വർഗം നിനക്ക് കിട്ടാനുള്ള പണി നീ എടുക്കണം റബിയ. നിസ്കാരം അധികരിപ്പിക്കുക, നിസ്കാരം ശ്രദ്ധിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, സുജൂദ് നന്നായി അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ സാമീപ്യം കരഗതമാക്കാനുള്ള വഴിയതാ. കാരുണ്യവാനല്ലേ അല്ലാഹു, റഹ്മത്തുൽ ആലമീനായ അല്ലാഹു നമുക്ക് തന്ന സമ്മാനമല്ലേ ഇത്? ഒരാളൊരു സമ്മാനം തരല, എപ്പോഴാ സമ്മാനം കൊടുക്കുക അല്ലേ? ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ വിദേശത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. എന്തിനാ ഗിഫ്റ്റ് കൊടുക്കുന്നത്? അതൊരു സ്നേഹപ്രകടനമാണ്, അതൊരു സ്നേഹപ്രകടനമാണ്. റഹ്മത്തുൽ ആലമീനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയപ്പോ മിഅ്റാജിന്റെ രാത്രിയിൽ സമ്മാനമായി നൽകിയ നിസ്കാരം, ആ നിസ്കാരം സമ്മാനമായി നാം സ്വീകരിക്കാൻ തയ്യാറായാൽ, സമ്മാനത്തിന്റെ പ്രാധാന്യം, സമ്മാനം കൊടുത്തേക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം സ്നേഹമാണ്. ആ ഒരു സ്നേഹം മനസ്സിലാക്കി ആ ഒരു രൂപത്തിൽ നിസ്കാരത്തെ കാണാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ ഇത് വെടിയാനാവില്ല. നിസ്കാരത്തിന്റെ ചരിത്രം പഠിച്ചാൽ മരിച്ചവർക്ക് വരെ സഹായിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയില്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം? മരിച്ചവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് ചില ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്. മിഅ്റാജിന്റെ രാത്രി മുത്തുനബി പോയില്ലേ, ആ നിസ്കാരം ചുരുക്കി കൊടുത്തത് മൂസാ നബി തന്നെയാണെന്ന് എല്ലാവരും സമ്മതിക്കും. മൂസാ നബി പറഞ്ഞു, ഒന്നുകൂടി പോണം. വലിയൊരു സഹായമാണ് മൂസാ നബി ചെയ്തത് അലൈഹിസ്സലാം. മൂസാ നബിയല്ലേ സഹായിച്ചത്? ഈ 5 വക്തിനെ 50 വക്തിന്റെ കൂലി അല്ലാഹു നൽകുമ്പോ ആഖിറുഹും ഖുറൂജാ വഅവ്വലുഹും ദുഖൂലൻ അൽ ജന്ന. ആഖിറുഹും ഖുറൂജാ, അവസാനം വന്നത് എന്റെ ഉമ്മത്താണെങ്കിൽ നാളെ സ്വർഗത്തേക്ക് ആദ്യം കടന്നു പോകുന്നത് ഈ ഉമ്മത്തിന്റെ അനുയായികളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്ന നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം എല്ലാം ആദ്യ വക്തിൽ, മറ്റൊരു ദിവസം എല്ലാം അവസാനത്തെ വക്തിൽ സമയം പഠിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്താ പറഞ്ഞത്, സ്വല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നൽകിയതാ ഈ മഹത്തായ നമ്മുടെ സംസ്കാരം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇടയിൽ, എന്റെ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഈ നിസ്കാരം നിലനിർത്താൻ എത്ര ത്യാഗം സഹിച്ചവരാ നമ്മുടെ മഹാന്മാർ, കഷ്ടപ്പെട്ടവരാണവർ. 2 റക്അത്ത് നിസ്കരിക്കാൻ ശത്രുക്കളെ നോക്കേണ്ടിയിരുന്നു, ആളുകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കേണ്ടിയിരുന്നു, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ മനോഹരമായ അമ്പരചുംബികളായ പള്ളികളാ, എയർ കണ്ടീഷൻ നടത്തിയ ശീതീകരിക്കപ്പെട്ട പള്ളികളാ, മനോഹരമായ പള്ളികളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും, നിസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും, ഓർക്കണേ പ്രിയപ്പെട്ടവരെ, 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര കഷ്ടപ്പെട്ടവരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കപ്പെടുന്ന നാളുകളാണല്ലോ ഇത്. ദാറുൽ അർഖമിൽ സ്വകാര്യമായ നിസ്കാരം നിലനിർത്തിയ നാളുകൾ നമുക്കറിയില്ലേ? അർഖം ഇബ്നു അർഖം എന്നത് ചെറുപ്പക്കാരനാ, അബൂജഹലിന്റെ ഗോത്രത്തിൽപ്പെട്ട മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ബനൂ മഖ്സൂമുകാരനായ ചെറുപ്പക്കാരനാ അർഖം ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു. എന്റെ
ചെറുപ്പക്കാരെ, 17 വയസ്സ് പ്രായമുള്ള അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് മക്കയിലെ ഒന്നാമത്തെ ഇസ്ലാമിക് സെന്റർ. മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്റർ മഹാനായ അർഖം എന്ന ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ള അബൂജഹലിന്റെ ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ കൊടുത്തതാ. നബിയെ, അബൂജഹൽ എന്തും പറഞ്ഞോട്ടെ, ഇവിടുന്ന് ദീൻ പഠിപ്പിക്കാൻ ഈ വീട് ഞാൻ വിട്ടുന്നു എന്ന് പറഞ്ഞ് 17-കാരനായ ചെറുപ്പക്കാരനായ അർഖം ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തത് ദാറുൽ അർഖം എന്ന മദീനയിലെ ഒന്നാമത്തെ ഇസ്ലാമിക് സെന്ററിന്റെ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ആ ദാറുൽ അർഖമിൽ വെച്ച് നിസ്കാരം നിലനിർത്തിയിരുന്ന നാളുകൾ. അതിനു മുമ്പേ സ്വകാര്യമായി കഅബയുടെ പരിസരത്തെല്ലാം നിസ്കരിച്ചിരുന്ന മുത്തുനബി സുജൂദിൽ കിടക്കുന്ന സമയം നമുക്കറിയില്ലേ? അബൂജഹലല്ലേ ഒട്ടകത്തിന്റെ കുടൽമാല, ദുർഗന്ധം വമിച്ചിട്ട് അടുക്കാൻ പോലും കഴിയാത്ത ഒട്ടകത്തിന്റെ കുടൽമാല മുത്തുനബിയുടെ കഴുത്തിൽ കൊണ്ടുപോയി ചാർത്തിയ ചരിത്രം നമുക്ക് മറക്കാനാവോ? 35-ാമത്തെ വയസ്സ് മുത്തുനബിക്കുണ്ടാവുമ്പോഴ ഫാത്തിമ ബീവി എന്ന പൊന്നുമോൾ ജനിക്കുന്നത്. ഫാത്തിമക്കെന്ന പ്രായം 6-7 വയസ്സ്. 6-7 വയസ്സ് പ്രായമാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ ദുഷ്ടന്മാർ വന്നുകൊണ്ട് കുടൽമാല ചാർത്തുമ്പോ തന്റെ ഉമ്മയായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാ, മോളെ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തന്റെ ഉമ്മയായ ഖദീജ രംഗമങ്ങനെ നോക്കിക്കാണുമ്പോ പൊന്നുമോൾ ഫാത്തിമ ഓടി ചൊല്ലുന്നു, ഉപ്പാന്റെ കഴുത്തുന്നില്ല, കഴുത്തുയർത്താനാവാതെ സുജൂദിൽ കിടക്കുന്ന റഹ്മത്തുൽ ആലമീനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊട്ടകത്തിന്റെ കുടൽമാലെടുത്ത് മാറ്റി കൊടുക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയല്ലേ അത് മാറ്റി കൊടുത്തത്. ഒരു നിസ്കാരം നിലനിർത്താൻ എത്ര പ്രയാസപ്പെട്ടവരാ, നിസ്കരിക്കാൻ എത്ര കഷ്ടപ്പെട്ടവരാ, നിസ്കരിക്കാൻ എത്ര അധ്വാനിച്ചവരാ. എന്നാലും അവർ ജീവിതത്തിൽ അത് ഒഴിവാക്കിയില്ല. ഏത് ഘട്ടം വന്നാലും നിസ്കാരത്തിൽ ഒരിളവും അവർ നടത്തിയില്ല. അന്ത്യാഭിലാഷങ്ങൾ വരെ 2 റക്അത്ത് നിസ്കരിക്കലാണെന്ന് പറഞ്ഞ് കടന്നുപോയവരല്ലേ അവർ. ബദർ സുഹറ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം നമ്മളെല്ലാം മനസ്സിലാക്കിയവരായിരിക്കും. ബദർ ചരിത്രത്തിൽ അറിയപ്പെട്ട ബദറുണ്ട്, എന്നാൽ ഒരു ബദർ സുഹറയുണ്ട്. എന്താ ബദർ സുഹറ? ആ ബദർ സുഹറയിലല്ലേ മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തടങ്കിലാക്കിയത്, ശത്രുക്കൾ ക്രൂരമായി മർദ്ദിച്ചത്. റളിയല്ലാഹുവിനെ പിടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച് ബദർ എന്ന ബദർ സുഹറ എന്ന അല്ലാഹുവിന്റെ ഹബീബ് വിശേഷിപ്പിച്ച ഈ വലിയ സംഭവം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കടത്തിവിട്ടപ്പോഴല്ലേ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ വെച്ചിട്ടല്ലേ ഒരു ചോദ്യം ചോദിച്ചത്, അല്ലയാ ഖുബൈബ്, തർജിഉ ഇലൽ മദീന, മദീനയിലേക്ക് സുരക്ഷിതനായി നിനക്ക് മടങ്ങി പോവാം, വമഅക ആഫിയത്തുദ് ദുനിയാ വനഈമുഹാ, നബിയായ സൗകര്യങ്ങളെല്ലാം നിനക്ക് നൽകാം ഖുബൈബേ. ഈ സ്ഥാനത്ത് നിന്റെ മുഹമ്മദ് ആവാൻ നീ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഈ സ്ഥാനത്ത് നിന്റെ മുഹമ്മദിനെ കൊണ്ടുവരാൻ ഞാൻ ഒരുക്കമാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയല്ലേ, റസൂലുള്ളാഹിനെ സൂചിപ്പിച്ചുകൊണ്ടല്ലേ ശുഹദാക്കളിൽ പ്രധാനിയായ ഖുബൈബ് എന്ന് പറഞ്ഞു പോയത്. ഇല്ല, ഞാനും എന്റെ ഭാര്യയും വീട്ടിൽ സുഖിച്ചുകൊണ്ടിരിക്കെ മുത്ത് റസൂലിന്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കഴുകമരം തൂക്കുമരം ഏറ്റുവാങ്ങിയ മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിക്കാനുള്ള സമയം നിങ്ങൾ അനുവദിച്ചു തരണം. ഫലസ്തു ഉബാലിഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ്യി ശഖ്സിൻ കാന ലില്ലാഹി മസ്റഈ. മുസ്ലിമായിട്ട് ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും, ഏത് ഭാഗത്തേക്ക് നിങ്ങൾ ചരിച്ചു കടത്തിയാലും, ഏത് ഭാഗത്തേക്ക് നിങ്ങൾ വലിച്ചിട്ടാലും, ഏത് ഭാഗത്തേക്ക് നിങ്ങൾ എന്നെ ചരിച്ചു കടത്തിയാലും എനിക്കത് പ്രശ്നമില്ല, ഞാനത് ചെയ്യാക്കണില്ല. കാരണം എന്താ? വദാലിക ഫീ ദാത്തിൽ
ഇലാഹി വഇൻ യശാ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്റെ ശരീരത്തിൽ നിങ്ങൾ കഷ്ണം കഷ്ണമാക്കുന്ന ഓരോ ഭാഗവും, എന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ കഷ്ണം കഷ്ണമാക്കി മാറ്റിയെടുക്കുന്ന ഓരോ ഭാഗത്തിനും അല്ലാഹു എനിക്ക് കൂലി നൽകൂലേ? പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാ ബേജാറാവുന്നത്? പിന്നെ ഞാൻ എന്തിനായ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തൂക്കുമരം ഏറ്റുവാങ്ങിയ ഹുബൈബ് റളിയല്ലാഹു അൻഹു നമ്മുടെ മനസ്സാന്തരങ്ങളിലേക്ക് കടന്നു വരുമ്പോ നോക്കണം പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഒഴിവാക്കുന്നത് ഗൗരവമേറിയ കാര്യാ. ഞാൻ ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോണില്ല. നിസ്കാരത്തിന്റെ ജംഇന്റെ വഖത്തിന്റെ സമയം കഴിഞ്ഞു. ദുഹറാണ്, ദുഹറിന്റെ ജമ്മിന്റെ വഖത്ത് എന്ന് പറഞ്ഞാൽ അസർ ജമ്മാക്കാലോ. ആ അസറിന്റെ സമയം കഴിയാൻ പോയിട്ടും നിസ്കരിക്കാതിരുന്നാൽ തൗബ ചെയ്യാൻ ഒരാൾ ഒരുക്കമല്ലാതിരുന്നാൽ ഇസ്ലാമികമായ ഭരണകൂടം നിലവിലുള്ള സ്ഥലമാണോ? യുഖ്തലോ, കഴുത്തറുത്ത കൊല്ലപ്പെടണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. ശരിക്ക് കേൾക്കണം, ഇസ്ലാമികമായ ഒരു ഹുക്കൂമത്തുള്ള സ്ഥലമാണെങ്കിൽ ജംഇന്റെ സമയം കഴിഞ്ഞിട്ടും നിസ്കരിക്കാതിരുന്നാൽ തൗബ ചെയ്യാതിരുന്നാൽ അവനെ കഴുത്തറുത്ത് കൊല്ലണമെന്ന് പറയുമ്പോ ഏതാണ് മനുഷ്യരക്തത്തിനേറെ വില കൽപ്പിച്ച മതമാണിത്. മതം മാറിയതിന്റെ പേരിൽ ഒരാളുടെ രക്തം ചിന്താൻ അനുവാദം കൊടുക്കാത്ത മതമാണിത്. ഒളിച്ചോടിയതിന്റെ പേരിൽ ഒരാളുടെയും ശരീരത്തിൽ വേദനിപ്പിക്കാൻ അനുവാദം നൽകാത്ത മതമാണിത്. ലോകത്തെ ഏറ്റവും വലിയ സൗഹാർദ്ദം വിളിച്ചോതുന്ന, ലോകത്തെ ഏറ്റവും വലിയ മൈത്രി വിളിച്ചോതുന്ന, ലോകത്തെല്ലാവർക്കും സ്നേഹവും കരുണയും സമഭാവനയും മാത്രം സമ്മാനിച്ച അഗർ കംലി വാലേ കി റഹ്മത്ത് ന ഹോത്തി, അഗർ കംലി വാലേ കി റഹ്മത്ത് ന ഹോത്തി तो इनबे सहारों को क्या हाल होता. കാരുണ്യവാനായ അല്ലാഹുവിന്റെ മുത്തുനബിയുടെ കരുണ നിങ്ങൾക്ക് കിട്ടാതെ പോയാൽ ലോകത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താ? കാരുണ്യവാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരു ഉപകാരവുമില്ലാതെ യാതൊരു ആവശ്യവുമില്ലാതെ ഏതെങ്കിലും ഒരു ശരീരം ഒരാൾ നശിപ്പിച്ചു കളഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അവൻ വകവരുത്തിയതിനത് തുല്യമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയുനാ ത്വാഹ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി ശരീഅത്ത് തന്നെ പറയണത് എന്ത്? ഒരാള് ജംഇന്റെ സമയം കഴിഞ്ഞു നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തി തൗബ ചെയ്യാൻ ഒരുക്കമല്ലാതെ നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവന്റെ കഴുത്തറുക്കണമെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ. മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മളാ. വിവാഹം, സക്കാത്ത്, വിവാഹം പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ നിസ്കാരം ഖളാഅല്ല. സെക്കൻഡറിക്ക് പഠിക്കുന്ന നമ്മുടെ മക്കൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനം അവർ പോകുന്ന സ്ഥാപനങ്ങളിൽ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ. PTA മീറ്റിംഗിന് നമ്മൾ പോവല്ലോ, മാത്സിന്റെ മാഷ് പോരാ, ഫിസിക്സിന് അത്ര ഉഷാറില്ല, മറ്റേത് അങ്ങനല്ല, മൂത്രപ്പുര പോരാന്നൊക്കെ നമ്മൾ എണീറ്റുന്ന അഭിപ്രായം പറയുമ്പോ ഒരു പ്രയർ ഹാൾ വേണം, ഞങ്ങളെ മക്കൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനം വേണം. മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ അതുണ്ട് എന്നറിയാം. എന്തേ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന മക്കൾക്ക് നിസ്കരിക്കാൻ, സ്ത്രീകളായ ഞങ്ങളെ പെൺമക്കൾക്ക് നിസ്കരിക്കാൻ ഒരു സംവിധാനം ഒരുക്കണമെന്ന് പറയാൻ രക്ഷിതാവേ നിനക്ക് നാക്കില്ലാതെ പോയാൽ ലക്ഷങ്ങളും കോടികളും പൊടിപൊടിച്ച് ആർഭാട കല്യാണങ്ങളും ദൂർത്തിന്റെ കല്യാണങ്ങളും നമ്മൾ നടത്തുമ്പോ എന്താ കല്യാണ വീടിന്റെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പ്രത്യേകമായ ഭാഗം എന്തേ നമുക്ക് നിർപ്പാടാക്കിയാൽ പ്രയർ നടത്താൻ ഒരു ഭാഗം എന്തേ അതിനു വേണ്ടി ഏതാനും നാണയത്തുട്ടുകൾ നമ്മളൊന്ന് നീക്കിവെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായി പോവും. സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി മക്കൾക്ക് എന്തേ നിസ്കരിക്കണ്ടേ? പ്രായമായ പെൺമക്കളല്ലേ എല്ലാ ദിവസവും ളുഹർ ഖളാഅക്കാൻ അല്ലാഹുവിന്റെ ശറഅ അവർക്ക് അനുമതി നൽകുന്നുണ്ടോ? അസ്ർ ഖളാഅക്കാൻ അല്ലാഹുവിന്റെ ശറഅ അനുമതി നൽകുന്നുണ്ടോ? ഹംദിൽ സഹൈതും ഫർഫിദാ ഹസ
ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ മുത്തനബിയെ, ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശരീരം ദണ്ഡം ചെയ്തവരാണെന്ന് വെറുതെ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ പാടിപ്പുകഴ്ത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വല്ലാതെ പറഞ്ഞ കാര്യം നിസ്കാരത്തിന്റെ കാര്യമാണെന്ന് മറന്നു പോവല്ല. ഒരാളെ സ്നേഹിക്കുമ്പോ അങ്ങനെയാണല്ലോ, സ്നേഹിക്കപ്പെടുന്ന ഒരാള് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യൂല. ഇതെന്റെ മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെട്ട കാര്യമാ, ഞാനിതിൽ വല്ല അമാന്തവും കാണിച്ചാൽ എന്റെ മുത്തു റസൂൽ അത് വെറുക്കുമെന്ന് നമ്മുടെ മനസ്സിലുണ്ടായാൽ, എന്റെ മുത്തു റസൂലിനെ സങ്കടപ്പെടുത്തുന്ന, അവിടത്തേക്ക് വേദനയുണ്ടാക്കുന്ന, അവിടത്തേക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവിടത്തേക്ക് വല്ല വിഷമതകളും ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിനെ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ട് അതിന്റെ താഴെ എഴുതി വെക്കുന്നുണ്ട്. നോക്കണേ പ്രിയപ്പെട്ടവരെ, നിസ്കാരം പാഴാക്കുന്ന ആളുകൾ അവർ പിറകിൽ കടന്നു വരുന്നു പറഞ്ഞില്ലേ? നിസ്കാരം പാഴാക്കെന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്നറിയോ പണ്ഡിതന്മാർ? നിസ്കാരം ഒഴിവാക്കി, അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. മറ്റൊരർത്ഥം നിസ്കാരം നിർബന്ധമുണ്ട് എന്നവർ വിശ്വസിച്ചതേ ഇല്ല. മറ്റൊരർത്ഥം മഹാന്മാരായ മുഫസ്സിറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമുക്ക് വിശദീകരിച്ചു തരികയാ. അമ്പരചുംബികളായ വലിയ വലിയ പള്ളികൾ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായ പള്ളികൾ അവരുണ്ടാക്കിയെന്നല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. ആ പള്ളികൾ അവർ കാലിയാക്കിയാൽ ഉസ്താദും മൊല്ലാക്കിയും ഏതാനും 2 വയസ്സന്മാരും അല്ലാതെ പള്ളിയിലില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മളെ നാട്ടിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടങ്ങളെല്ലാവരും ഉഷാറാന്നാ പറഞ്ഞത്. അള്ളാഹു ഉഷാറ നിലനിർത്തി തരട്ടെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിച്ചേ പറ്റോ. സുബ്ഹ് ജമാഅത്തിന് പള്ളിയിൽ വന്ന് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായാൽ, ഇപ്പൊക്കെ പ്രത്യേകിച്ച് എത്ര സൗകര്യ. 5:10 5:15 ബാങ്ക് കൊടുക്കുന്നത്. ഒരു 5:30 മണിയാണ് ഏകദേശം പള്ളിയിലെല്ലാം ജമാഅത്ത് നടക്കുന്ന സമയം. എന്റെ ചെറുപ്പക്കാരാ, സുബ്ഹിക്കൊന്ന് എണീച്ച് പള്ളിയിൽ നീ ഒന്ന് വന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ നിന്റെ ജോലി, നിന്റെ പരീക്ഷ, നിന്റെ ഏർപ്പാട്, നിന്റെ ബിസിനസ്, നിന്റെ കച്ചവടം, നിന്റെ ജമാഅത്തായിട്ട് ആരെങ്കിലും ഒരാൾ സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് നബിയുനാ നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിക്കണം. വല്ലാത്തൊരു കാര്യമാണ് സുബ്ഹ് നിസ്കാരം. ഏറ്റവും വലിയ അനുഭൂതിയാണ്, ഏറ്റവും വലിയ അനുഭൂതിയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കത് നിലനിർത്താനും ശ്രദ്ധിക്കാത്തവർക്ക് അതിൽ ശ്രദ്ധ കൊടുക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുസ്വല എന്ന പദത്തിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ്. മുത്തുറസൂല ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു വിശദീകരണം, ലം യഅ്തബിറൂ ശുറൂത്തുസ് സ്വലാത്തി വഫുറൂദഹാ. എല്ലാം കേൾക്കണേ. നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളൊന്നും പരിഗണിച്ചില്ല. ചിലപ്പോണ്ടൊരു നിസ്കാരം, അള്ളാഹു കാക്കട്ടെ, ഒരു എന്താ പറയാ ചടപടപടപടപടപട നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കരുതിയിട്ടുണ്ടാവും, അത് വേഗം നടത്താൻ ഒരു എക്സസൈസ് പോലെ ഒരു കാട്ടിക്കൂട്ടൽ. പള്ളിയിലാവുമ്പോ നമ്മൾ ഏതായാലും മുന്നിൽ ഓടാൻ വയ്യാത്തോണ്ട് ഇമാമിന്റെ ഒപ്പം പോവും. ഒറ്റക്കായാൽ എല്ലാം തകിടം മറിയുമ്പോ നിസ്കാരത്തിന്റെ ശുറൂത്തുകളും ഫുറൂദുകളും ആകെ മാറിയാൽ നിസ്കാരമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തത് കേവലം വ്യായാമങ്ങളാ. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു വഹി കൊടുക്കുന്നതെന്ന് പണ്ഡിതന്മാർ ഈ വിശദീകരണത്തിൽ ഇതിന്റെ താഴെ വിശദീകരിക്കുമ്പോ മറ്റൊരു വിശദീകരണം കേൾക്കൂ. തറകൂഹാ ബിൽ ഗഫ്ല വലം യഖ്ളൂഹാ ബഅദഹാ. അശ്രദ്ധമായ നിസ്കാരത്തെ അവർ ഒഴിവാക്കി, അശ്രദ്ധമായ നിസ്കാരത്തെ അവർ ഒഴിവാക്കി. പിന്നീട് അത് ഖളാ വിട്ടാനും ഒരുക്കമല്ലാത്ത ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്നത് ഫസൗഫ യൽഖൗന ഗയ്യാ.
എന്താ ഗയ്യ്? അതുകൂടി കേട്ടോളോ. എന്താ ഗയ്യ്? അത് താങ്ങാനുള്ള കെൽപ്പും ത്രാണിയും അതിനുള്ള ശക്തിയും നമ്മുടെ ശരീരത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അല്ലാഹു പറയുകയാ ഫസൗഫ യൽഖൗന ഗയ്യാ. വഖാല വഹ്ബ് ഇബ്നു മുനബ്ബഹിൻ, മഹാനായ വഹ്ബ് റളിയല്ലാഹു അൻഹു പറയുകയാ, മുത്തനബിയുടെ ഹദീസ് എടുത്തു തിരിക്കുകയാ, ഗയ്യെന്നാൽ നഹറും ഫീ ജഹന്നം, നരകത്തിലെ ഒരു നദിയാണ്, നരകത്തിലെ ഒരു നദിയാണ്, ഒരു അരുവിയാണ്, ഒരു നദിയാണ്. ബഈദുൻ ഖഅറുഹു, വല്ലാതെ ആഴമുള്ള ഒരു പുഴയാണത്. ശദീദുൻ ഹർറു, വല്ലാതെ ചൂടുള്ള ഒരു പുഴയാണത്. ഖബീദുൻ തുഅമുഹു, രുചി വല്ലാതെ വൃത്തികെട്ട രുചിയുള്ള പുഴയാണത്. ലൗ ഖതറതു ഖതറതും മിൻഹു ഇല ദുനിയാ, ആ പുഴയിൽ നിന്നൊരു തുള്ളി അങ്ങാൻ, ഒരു ഡ്രോപ്പ് അങ്ങാൻ ദുനിയാവിലേക്ക് അങ്ങാൻ ഉറ്റിപ്പോയാൽ, ലൗ ഖതറതു ഖതറതും മിൻഹു ഇല ദുനിയാ, ദുനിയാവിലേക്ക് അങ്ങാൻ ആ തുള്ളിയിൽ നിന്നൊരു തുള്ളി അങ്ങാൻ ഉറ്റിപ്പോയാൽ, ലഹലകാഹുൽ ദുനിയാ കുല്ലുഹും, ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നശിക്കാൻ ഈ ഗയ്യിലെ ഒരു തുള്ളി വെള്ളം മതിയാവുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത്ര ചൂടുള്ള നിങ്ങളെ അള്ളാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അള്ളാഹു കാക്കട്ടെ. ചെറുപ്പക്കാരെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റം വരുത്തിക്കൂടെ? ഇവിടെ തന്നെ മാറല്ലേ നല്ലത്? ഇവിടെ നിന്ന് തന്നെ മാറുകയല്ലേ നല്ലത്? താങ്ങാനാവോ നമുക്ക്? നമ്മളെ കൊതിയും അല്ലാഹുവിധിയും ഒരിക്കലും യോജിക്കൂല. എന്റെ അഭിവന്ദനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സ്വാലിഹ് ദാരിമി എന്ന 30 വയസ്സ് പ്രായമുള്ള, എന്റെ പ്രായം പോലും ഇല്ലാത്ത എന്റെ സഹോദരനായ ഒരു ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ദിവസം ബുറൈദയിൽ വെച്ചുകൊണ്ട് 5-8 മാസമായിട്ടുള്ള ഗൾഫ് പോയിട്ട് സൗദി അറേബ്യയിലെ ബുറൈദയിൽ വെച്ച് ബാത്റൂമിൽ ഏകദേശം തണുപ്പ് കാലമായി കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, ഹീറ്റർ ഓൺ ചെയ്തതാ. ഹീറ്ററിൽ നിന്ന് വൈദ്യുത പ്രവാഹമുണ്ടായി. ആരാരും കാണാനില്ലാത്ത മണലാരുണ്യത്തിൽ പ്രവാസ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ പേറി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ പ്രിയപ്പെട്ട സ്നേഹിതനതാ വൈദ്യുത പ്രവാഹമേറ്റിട്ട് മണിക്കൂറുകളോളം ആരും കാണാതെ അവിടെ കിടന്നോ. മരിച്ചുപോയി. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഈ ഇരിക്കുന്നവരിൽ എത്ര പേരുണ്ട് ഇനി മരിക്കാനും? അല്ലാഹു ഏതൊക്കെ തരത്തിലുള്ള മരണമാണല്ലോ കണക്കാക്കിയതെന്ന് ആർക്കും അറിഞ്ഞുകൂടല്ലോ. ആർക്കും പറയാൻ പറ്റാത്ത കാര്യല്ലേ. അല്ലാഹു നമ്മളെ മൗത്ത് കണക്കാക്കിയത് എങ്ങനെയാ? ഈ ഗിർവാണ പ്രസംഗം നടത്തുന്ന ഈ പാവപ്പെട്ടവനെ പറയാനാവോ? ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാനാവോ? ഈ വേദിയിലിരിക്കുന്ന ഉസ്താദുമാർക്ക് പറയാനാവോ? അല്ലാഹു കണക്കാക്കുന്ന മരണം എങ്ങനെയാണെന്ന് ആർക്കും ഊഹിക്കാനോ ആർക്കും കണക്ക് കൂട്ടാനോ ആർക്കും രൂപപ്പെടുത്താനോ കഴിയാതെ വരുമ്പോ, ഇല്ലാ മൻ താബ വആമന വഅമില തൗബ ചെയ്യാനോ അല്ലാഹുവിലേക്ക് മടങ്ങാനും നമ്മൾ ഒരുക്കമായാൽ അല്ലാഹുവിന്റെ സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് റഹ്മത്തുൽ ആലമീനായ നബിയുനാ റസൂലുള്ളാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് ഇങ്ങനെയാ, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ് ഗയ്യ് എന്നത്. വഔദിയതു ജഹന്നം, സ്വർഗ്ഗത്തിലെ നരകത്തിലെ മറ്റുള്ള താഴ്വരകൾ. തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ. മാഷാ അല്ലാഹ്, മഅദല്ലാഹ്. നരകത്തിലെ മറ്റുള്ള താഴ്വരകളൊക്കെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് തവണ അല്ലാഹുവേ ഈ ഗയ്യിന്റെ സിർറിന് ഞങ്ങളെ കാക്കണേ, ഈ ഗയ്യിന്ന് ഞങ്ങളെ കാക്കണേ, ഈ ഗയ്യിന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ല എന്ന നരകത്തിന്റെ മറ്റുള്ള താഴ്വരകളെല്ലാം ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ അല്ലാഹുവോട് കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ താഴ്വര അല്ലാഹു ഒരുക്കി വെച്ചത് ആർക്കാണെന്നറിയോ? ലിതാരിക് സ്വലാത്തി വൽ ജമാഅ, നിസ്കാരവും ജമാഅത്തും മനഃപൂർവ്വം ഒഴിവാക്കുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
ജമാഅത്ത് നിസ്കാരം ഒറ്റക്കൊറ്റക്കുള്ള നിസ്കാരം ഒഴിവാക്കിയിട്ട് പരമാവധി പള്ളിയിൽ തന്നെ. പുരുഷന്മാർക്ക് പള്ളിയാണല്ലോ, എന്നാൽ പെണ്ണുങ്ങൾക്കോ വീട്ടിലാണ് പള്ളിനേക്കാൾ ഏറ്റവും വലിയ കൂലി എന്നുള്ളതുകൊണ്ട് ഓല് കൂലി കിട്ടുന്ന ഏർപ്പാട് നോക്കാം. വീട്ടിൽ നിന്ന് പുരുഷൻ അങ്ങനെയല്ല, പള്ളിയിലേക്ക് വരലാണ് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും നല്ല സുഹൃതം. ആ ജമാഅത്ത് നിസ്കാരം ഫർള് കിഫായാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അല്ല അത് ഫർള് ഐനാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല അത് മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാവുമ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവണം. നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനം. നിസ്കാരം നിലനിർത്തിയപ്പോഴാ ലോകത്ത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ നേതാക്കളും ജേതാക്കളുമായി മാറിയത്, അല്ലേ? ബദറിന്റെ ചരിത്രം അങ്ങനെയാണ്, ഉഹുദിന്റെ ചരിത്രം അങ്ങനെയാണ്, ഖന്തഖിന് പറയാനുള്ളത് നിസ്കാരത്തിന്റെ ചരിത്രങ്ങളാണ്. സുജൂദിൽ കടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത മുത്തുനബിയുടെ പ്രാർത്ഥനാ വാക്യങ്ങളാണ് ബദറിലും ഉഹുദിലും ഖന്തഖിലെല്ലാം കാണാൻ കഴിയുന്നത്. വസൽ ഹുനൈന വസൽ ബദ്റൻ വസൽ ഉഹുദാ അൻവാ തഅദിബിഹിം വൽ ഹത്ഫു كيف جرى يا ربي صل على النبي محمد منجي الخلائق من جهنم في غادي വസൽ ബദ്റ. ബദറിനോട് ചോദിച്ചാലും ഉഹുദിനോട് ചോദിച്ചാലും ഖന്തഖിനോട് ചോദിച്ചാലും ധീരരക്തസാക്ഷികളായ സ്വഹാബത്തിന്റെ ജീവൽ മരണ പോരാട്ടത്തിന്റെ 1000 തുടിക്കുന്ന ഓർമ്മകൾ, 1000 തുടിക്കുന്ന ചരിതങ്ങൾ ബദറും ഉഹുദും ഖന്തഖുമെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുമ്പോ ആ യുദ്ധങ്ങളിലെല്ലാമുള്ള വിജയത്തിനുണ്ട് ഒരടിസ്ഥാനം, അത് നിസ്കാരമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാനത് അലങ്കാരമായിട്ട് പറഞ്ഞല്ല, ഞാൻ അലങ്കാരമായി പറഞ്ഞതല്ല. താബിഈകളിൽ പ്രമുഖനായൊരു മനുഷ്യനുണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് ബിനുൽ വാസിഅ റളിയല്ലാഹു അൻഹു, താബിഈ പണ്ഡിതനായ മുഹമ്മദ് ബിനുൽ വാസിഅ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകേണ്ട അവസ്ഥ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നപ്പോ ആരാ യോദ്ധാവ്, ആരാ യുദ്ധത്തിന്റെ നായകൻ? മഹാനായ ഖുതൈബ ഇബ്നു മുസ്ലിമിന്റെ കൂടെ, ഖുതൈബ എന്ന് പറയുന്ന പോരാളിയുടെ കൂടെ യുദ്ധത്തിന് പോവേണ്ട ഘട്ടം വന്നു. മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിന് ശാമിൽ നടക്കുന്ന യുദ്ധമാണ്. യുദ്ധം തുടങ്ങിയപ്പോ ഇബ്നുൽ വാസിഅ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മഹാനായ താബിഈ പണ്ഡിതനായ മുഹമ്മദ് ബിനുൽ വാസിഅ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. പടയാളിയായ സൈനിക തലവനായ ഖുതൈബ അന്വേഷിച്ചു, മുഹമ്മദ് ബിൻ വാസിഅ എവിടെ? ആളെ കാണില്ലല്ലോ. ആരോ ഒരാൾ പറഞ്ഞു വജദനാഹു സാജിദാ. ഈ ആൾബലത്തിലും ഈ ശക്തിയിലുമല്ല അവർ വലിയ ശക്തി കണ്ടത്, ഈമാനിലും നിസ്കാരത്തിന്റെ കരുത്തിലുമാ അവർ ശക്തി കണ്ടത്. മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിനെ കാണാതായപ്പോ ആരോ പറഞ്ഞു വജദനാഹു സാജിദാ, സുജൂദിൽ കിടക്കുന്ന മുഹമ്മദ് ബിൻ വാസിഅവിനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. യുഹർരികു ബിഇസ്ബഇ യദ്ഉ, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനാ നിമഗ്നനായി ചുണ്ടുകൾ അനക്കുന്ന മുഹമ്മദ് ബിൻ വാസിഅവിനെ ഞങ്ങൾ കണ്ടു എന്ന് ആരോ ഒരാൾ പറഞ്ഞപ്പോ മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖുതൈബയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്നാൽ മുഹമ്മദ് ബിൻ വാസിഅനെ വിട്ടേക്കൂ, അദ്ദേഹത്തെ വിളിക്കണ്ട. ദുആ ചെയ്തുകൊണ്ട് സുജൂദിൽ കിടക്കുന്നുണ്ട് മുഹമ്മദ് ബിൻ വാസിഅ എന്ന മഹാൻ എന്ന് പറഞ്ഞപ്പോ യോദ്ധാവായ സൈനിക നേതാവായ മഹാനായ ഖുതൈബ ഇബ്നു മുസ്ലിം പറഞ്ഞു, അല്ലാഹുവിനെയാണ്, ലൗലാ ലഇസ്ബഉ മുഹമ്മദ് ബിൻ വാസിഅ ഫിൽ ജയ്ശ് അഹബ്ബു ഇലയ്യ മിൻ അൽഫ് ശാഫിൻ ത്വരീർ വസൈഫിൻ ശഹീർ. 1000 ചുണക്കുട്ടികളെ കിട്ടുന്നതിനേക്കാളും മൂർച്ചയുള്ള വാൾ കിട്ടുന്നതിനേക്കാളും യുദ്ധത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് ബിൻ വാസിഅന്റെ ആകാശത്തേക്ക് ഉയരുന്ന 7 വിരലുകളാണ്. മുഹമ്മദ് ബിൻ വാസിഅന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വെക്കുന്ന നെറ്റിത്തടമാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. യുദ്ധം കഴിഞ്ഞു, മുഹമ്മദ് ബിൻ വാസിഅ പുറത്ത് വന്നപ്പോ മഹാനായ ഖുതൈബ ചോദിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ?
എവിടെയായിരുന്നു നിങ്ങൾ? മഹാനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കുന്തു അബ്സുലക അബ്വാബസ് സമാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ തുറപ്പിക്കുകയായിരുന്നു. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കുന്നു ഉഷാറിൽ ആമീൻ പറയ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാ. മക്കളെ പരിശീലിപ്പിക്കണം. പെൺമക്കളോട് പറയണം, പൊങ്ങിക്കിടക്കുമ്പോൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. ഉമ്മാക്കും ഉപ്പാക്കും അത് ചോദിക്കാനുള്ള വോയിസ് ഉണ്ടാവണം. അതാണ് വലിയൊരു വിഷയം അല്ലേ? കളവ് പറയില്ലേ എന്ന് മക്കളോട് വസിയത്ത് പറയാൻ ഉമ്മാക്കും ഉപ്പാക്കും കഴിയാത്ത അവസ്ഥ. ഉമ്മാക്കും ഉപ്പാക്കും ആ ഒരു ഗഡ്സും വോയിസും നഷ്ടപ്പെടുകയാണ്. അത് പറയുമ്പോൾ ചിലപ്പം മോജോ നിങ്ങൾ നിസ്കരിച്ചോന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ. അല്ലെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ പൂർവികരായ ഉപ്പമാരുടെ ഉമ്മമാരുടെ, എന്റെ അഭിവന്ദനായ പിതാവ് മരിച്ചുപോയി, അള്ളാഹു വിട്ടുകൊടുക്കുമാറാവട്ടെ. എനിക്ക് ചെറിയ വയസ്സുണ്ടായപ്പോൾ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ കാസർഗോഡ് നായന്മാർമൂലയിലും നെല്ലിക്കുന്നിലൊക്കെ ദർസ് നടത്തിയിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. എനിക്ക് 11 വയസ്സുണ്ടായപ്പോൾ മരണപ്പെട്ടു പോയി. മീറാൻ ഫൈദ് എന്ന പേരുള്ള പണ്ഡിതൻ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എന്റെ ഓർമ്മ വെച്ച നാളിൽ ഒരു 10 വയസ്സ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഉപ്പ മരിക്കുമ്പോൾ. പക്ഷേ ഞാൻ ഓർക്കുന്നു, അർദ്ധരാത്രികളിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ അർദ്ധമയക്കത്തിൽ ചില സമയം എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരും. അത് 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും സുബഹിന്റെ മുമ്പ് ഇങ്ങനെ ഉപ്പ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഖിറാഅത്തിന്റെ ഖുർആനിന്റെ ശബ്ദ മധുരിമ, അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ് പലപ്പോഴും കണ്ടത്. ഞാൻ ഉപ്പാന്റെ മഹത്വം പറഞ്ഞതല്ല. നമുക്കൊക്കെ നമ്മളെ ഉപ്പമാരുടെ, ഉപ്പാപ്പന്മാരുടെ, ഉമ്മമാരുടെ, ഉമ്മാമ്മമാരുടെ ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ ഓർക്കാനും അവരുടെ ആത്മസന്നദ്ധതയുടെ ചരിത്രങ്ങൾ ഓർക്കാനും നമുക്കുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവേ, ആ വെളിച്ചമാണ് പടച്ചവനെ എല്ലാത്തിനും കാരണം. പടച്ചവനെ ഖബറിനെ വെളിച്ചമാക്കണേ അല്ലാ, ഖബറിനെ വെളിച്ചമാക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നോക്കണേ പ്രിയപ്പെട്ടവരെ, അത് പറയാനുള്ള ശക്തി മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ അനുഭവം ഇങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, യുദ്ധം നടക്കാൻ പോകുമ്പോ 1 അല്ല 2 അല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഫുതുഹാത്തുകൾ അല്ലാഹു തആല നൽകിയത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തല്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തല്ലേ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഈ ആയത്തിന്റെ പൂർത്തീകരണം നടക്കുന്നത് ആളുകൾ സംഘങ്ങളായി കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാനും ഒരുപാട് പ്രദേശങ്ങൾ കിസ്റയും കൈസറും റോമും വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധീനതയിലാവാൻ കാരണമായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണല്ലോ. യുദ്ധം നടക്കാൻ പോകുമ്പോ പാതിരാത്രി വരെ ഓരോ ടെന്റിന്റെയും ഉള്ളിലൂടെ നടന്നു നോക്കും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഓരോ ടെന്റിനുള്ളിലൂടെയും നടന്നു നോക്കും. ഖൈമങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. യുദ്ധത്തിന്റെ തലേന്നാൾ ആളുകൾ വിശ്രമിക്കുന്ന സമയം. നമ്മൾ കരുതെന്താ, നല്ലോണം ഉറങ്ങി ക്ഷീണം മാറ്റിയാലേ രാവിലെ യുദ്ധത്തിന് പോവാൻ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ക്ഷീണം മാറാഞ്ഞാൽ യുദ്ധം ചെയ്യാനാവൂല. ഓരോ ടെന്റിനുള്ളിലൂടെയും മഹാനായ ഉമർ തങ്ങൾ അങ്ങനെ നടന്നു നോക്കും. ഓരോ ടെന്റിനുള്ളിലൂടെയും നടന്നു നോക്കും. നമ്മൾ ചിന്തിക്കെന്താ, ഉറങ്ങാതിരുന്നാൽ നാളെ യുദ്ധം ചെയ്യാനാവോ? ഭക്ഷണം കഴിക്കാതിരുന്നാൽ നാളെ ആവേശം ഉണ്ടാവോ? ഉറങ്ങിയാലല്ലേ കിട്ടോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയത് എന്തെന്നറിയോ? ടെന്റിന്റെ ഉള്ളിലൂടെ പാതിരാത്രി ഉറങ്ങാതെ നടക്കും മഹാനായ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫഇദാ വജദ ഖായിമൻ യുസല്ലി, ഏതെങ്കിലും ഒരു ടെന്റിനകത്ത് നിന്ന് നിസ്കരിക്കുന്നയാളെ കണ്ടാൽ, പല ടെന്റിനുള്ളിലും അത് അർദ്ധരാത്രി കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ സ്വഹാബികളെ കാണാം. പലരും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോ ആരെങ്കിലും നിന്ന് നിസ്കരിക്കുന്ന രംഗം മഹാനായ ഫാറൂഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ തങ്ങൾ പറയും, അല്ലാഹ് യാ അല്ലാഹ് മിൻ ഹുനാ യഅതിൽ ഫത്ഹു, മിൻ ഹുനാ യഅതിൽ ഫത്ഹു. ഇവിടെയാണ് വിജയം വരുന്നത്. ഈ ടെന്റിനകത്ത് നിന്നാണ് മുസ്ലിങ്ങളുടെ വിജയം വരുന്നത്. ഈ ടെന്റിനകത്ത് നിന്നാണ് മുസ്ലിങ്ങളുടെ വിജയം വരുന്നത്. ഈ ടെന്റില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വിജയമില്ലെന്ന് പറയുന്ന മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ പഠിപ്പിച്ചത് നിസ്കാരം മുസ്ലിമിന്റെ സംസ്കാരമായി മാറാനാണ്.
നമുക്കും വിജയം ഉണ്ടാവും. കച്ചവടം ഉഷാറാവണില്ല, മക്കളൊന്നും വിദ്യാഭ്യാസം ഒന്നും വേണ്ട പോലെ ആവണില്ല, എല്ലായിടത്തും ഓരോ മുട്ടല്, എല്ലായിടത്തും ഓരോ തട്ടല്. നമ്മൾ പറയും ആരോ സിഹർ ചെയ്തു, ആരോ എന്തോ ചെയ്തു, ആരോ ഗൂഢോത്രം ചെയ്തു. സിഹർ ഹഖാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറായാൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ മാറാതെ അല്ലാഹ് മാറ്റൂല. നമ്മളിലാണ് മാറ്റം ആദ്യം തുടങ്ങേണ്ടത്. നമ്മളിലൂടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാവും അങ്ങനെ. പഠിച്ചോ എല്ലാവർക്കും ഖൈർ നൽകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ നിസ്കാരം നടക്കുന്ന ടെന്റിന്റെ ഉള്ളിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കയറിയിട്ട് ഈ ടെന്റിനകത്ത് നിന്നാണല്ലോ പഠിച്ചോനെ വിജയം വരുന്നത് എന്ന ഉറപ്പാണല്ലോ. ആരും തഹജ്ജുദ് നിസ്കരിച്ചില്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടിയാണ്. ആരും തഹജ്ജുദ് നിസ്കരിച്ചില്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടി തുടങ്ങും. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിജയം ആത്മീയതയിലൂടെയാണ്. നമ്മുടെ വിജയം ആയുധങ്ങളിലൂടെയല്ല. നമ്മുടെ വിജയം ആത്മീയതയിലൂടെയാണ്. നമ്മുടെ വിജയം ആയുധങ്ങളിലൂടെയല്ല. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാവുക. ഇത് നമ്മളെ പഠിപ്പിച്ചത് മഹാന്മാരായ ഉലമാക്കളാ, മഹാന്മാരായ അമ്പിയാക്കളാ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇദാ അജബഹു അംറുൻ ഫസിഅ ഇലസ്സലാ, വല്ല അസ്വസ്ഥതകളും വന്നാൽ ഫസിഅ ഇലസ്സലാ, നിസ്കാരത്തിലൂടെ ആനന്ദം കണ്ടെത്തിയയാളാ റഹ്മത്തുൽ ലിൽ ആലമീനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം, ടെൻഷൻ വരും, പ്രയാസങ്ങൾ ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രയാസങ്ങൾ വന്നു, എന്ത് സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടായാലും മുസ്തഫ ചെയ്തതെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആഗയാ ഐൻ ലഡായി മേ അഗർ വഖ്ത നമാസ്, ആഗയാ ഐൻ ലഡായി മേ അഗർ വഖ്ത നമാസ്, ഖിബ്ല റൂഹ് ക ज़मीन भूस हुए कौम हिजाज, एक ही सफ में खड़े हो गए महमूद अयाज, न कोई बंदा रहा और न कोई बंदा नवाज, आ गया लड़ाई में अगर वक्त नमाज. യുദ്ധക്കളങ്ങളിലാണ് നിസ്കാരത്തിന്റെ സമയം വന്നെത്തിയതെങ്കിലും ശത്രു വരാണ്ടാവും, ശത്രുവിന്റെ വരവുണ്ടാവും. ശത്രുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് നിസ്കാരത്തിന്റെ സമയമായതെങ്കിൽ പോലും അതിന്റെ പ്രത്യേകമായ രീതികൾ അല്ലാഹുവിന്റെ ശറഅ് പഠിപ്പിച്ചു. യുദ്ധക്കളങ്ങളിൽ പിടിച്ചോടുന്നവന്റെ നിസ്കാരം അതെങ്ങനെയാവണം? ആ സമയമാണെങ്കിൽ പോലും മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും സഫായി നിന്ന് അടിമ ഉടമ വ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ദരിദ്രനും ധനികനും വ്യത്യാസമില്ലാതെ മഹ്മൂദ് അയാസ്, കുബേരനും കുചേലനും ധനികനും ദരിദ്രനും ധനാഢ്യനും എല്ലാവരും ഒരു സഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഈ സംവിധാനം, ഈ രീതി ലോകത്തെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിസ്കാരത്തിലേക്ക് ആനന്ദം കണ്ടെത്തിയയാളാ മുത്തുനബി. ഇത് നമ്മളെ പഠിപ്പിച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഉറക്കെ പറയൂ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിന്റെ മറ്റൊരു പിതാവാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും പറയാറുണ്ടല്ലോ, അന ദഅവതു അബീ ഇബ്രാഹിം, ഞാൻ എന്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് വേണ്ടി ദ്വാരുന്നത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയിലൂടെ ഉണ്ടായതാണ് ഞാനെന്ന് പറയാറുണ്ട്. ഇത് നമ്മളെ പഠിപ്പിച്ചത് മഹാനാണ്. ഓർക്കൊക്കെ ഉണ്ടായിരുന്നു നിസ്കാരം, പക്ഷെ നമുക്കുള്ള 5 വക്ത നിസ്കാരം അത് ഉമ്മത്തിന്റെ ഖുസൂസിയത്ത് പ്രത്യേകതയാണ്. അല്ലാഹു അത് നിലനിർത്താൻ മരണം വരെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറ ബീവിയുടെ കൂടെ അങ്ങനെ ഫലസ്തീനിലൂടെ നടന്നു പോവാൻ. സാറ ബീവിയാണല്ലോ അവിടുത്തെ ഭാര്യ, സാറ ബീവിയാണല്ലോ പ്രഥമ വനിത, പ്രഥമ ഭാര്യ. സാറ ബീവിയുടെ മോനാണല്ലോ മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഫലസ്തീനിലൂടെ നടന്നു പോകുമ്പോ ഫലസ്തീനിൽ ഭരിക്കുന്ന അക്രമിയായ രാജാവുണ്ടായിരുന്നു അവിടെ. ശ്രദ്ധിക്കണേ, സുന്ദരികളെ പിടിച്ചുകൊണ്ടുപോകും. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
വസ്സലാമിന് പറയേണ്ടി വന്നു, ഇതെന്റെ സഹോദരിയാണ്. സത്യത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വിനോദാണ്. ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോകും, പിന്നെ അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ തിരിച്ചു കിട്ടൂല. ഭാര്യ എന്ന് പറഞ്ഞാൽ കിട്ടൂ, സഹോദരി എന്ന് പറഞ്ഞാൽ ഇത് പക്ഷെ അങ്ങനെ വിടൂല. ഇബ്രാഹിം നബിക്ക് പറയേണ്ടി വന്നു അലൈഹിസ്സലാം. അതൊരു കളവുമല്ല, കാരണം അന്ന് ഭൂലോകത്ത് മുഅ്മിനീങ്ങളായിട്ട് ആകെ രണ്ടാൾക്കാരേ ഉള്ളൂ. ആ ഇസ്ലാമിയത്തിന്റെ സഹോദരിമാരാണ് അവർ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, മഹദിയായ സാറ ബീവി റളിയല്ലാഹു അൻഹ പറയേണ്ടി വന്നു, മഹാനവറുകൾക്ക് ഇതെന്റെ സഹോദരിയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വെട്ടിക്കൊല്ലും, ജീവൻ രക്ഷക്കായി പറയേണ്ടി വന്നു. അങ്ങനെ ഒന്ന് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൊലപ്പെടുത്തും. സാറ ബീവിയോട് പോയി പറഞ്ഞു, സാറാ, നീ ആരാണെന്ന് എന്നെ പറ്റി ചോദിച്ചാൽ എന്റെ പെങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഈമാനുള്ളവരായി ഞാനും നീയുമല്ലാതെ ആരുമില്ലല്ലോ സാ. രാജാവിനോട് ഞാൻ അങ്ങനെ പറയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ മനുഷ്യവംശത്തിൽ വന്ന ആങ്ങളെയും പെങ്ങളെയുമാണല്ലോ രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വഴി പറഞ്ഞത് മഹാനായ ഇബ്രാഹിം. നാളെ ശഫായത്തിന് ചൊല്ലുമ്പോ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കാര്യം തന്നെ ബേജാറിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. നരകത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായി കടന്നു വരാനിരിക്കുന്ന, മഹ്ശറിൽ നമ്മുടെ രക്ഷകനായി കടന്നു വരാനിരിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി വലിയ മഹത്വങ്ങളുള്ള മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സാറ ബീവി റളിയല്ലാഹു അൻഹയോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു, രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വഴി നീ എന്നെ നാണം കെടുത്തല്ല സാറാ, തിരുത്തി പറയല്ല. സാറ ബീവി റളിയല്ലാഹു അൻഹയെ രാജാവ് പിടിച്ചുകൊണ്ടുപോയി, രാജാവിന്റെ കിങ്കരന്മാർ കൊണ്ടുപോയി. രാജാവ് മഹദിയായ സാറ ബീവിയെ തൊടാനൊരുങ്ങിയപ്പോ ചരിത്രം ദീർഘമാണ്, ചുരുക്കി പറയാം. രാജാവിന്റെ കൈ അങ്ങ് കുഴഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. ഒന്നും ചെയ്യാൻ കഴിയണില്ല. കൈയാണ് തളർന്നുപോയി. സാറിനെ തൊടാനുണ്ട് ഒരുങ്ങിയപ്പോ രാജാവിന് മനസ്സിലായി ഇതാളെന്തോ ഒരു പ്രശ്നക്കാരിയാണ്. സാറയോട് പറഞ്ഞു, സാറാ എനിക്ക് വേണ്ടി നീ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കണേ സാറാ, ഞാനൊന്നും നിന്നെ ചെയ്യൂല, നീ ഒന്ന് പ്രാർത്ഥിക്കണേ. സാറ ദേവി ദുആ ചെയ്തു. കൈ പൂർവസ്ഥിതിയിലേക്ക് രണ്ടാമതും വന്നപ്പോ കയറി പിടിക്കാൻ നോക്കുമ്പോ വീണ്ടും കൈ തളർന്നുപോയി. അതിശക്തമായ വേദന വന്നു രാജാവിന്. രാജാവ് രണ്ടാമതും സാറയോട് ദുആ ചെയ്യാൻ പറഞ്ഞു. സാറാ, ഇനി ഞാനൊന്നും നിന്നെ ചെയ്യൂല സാറാ, ഇത് ശപഥമാണ് സാറാ. മൂന്നാമതും അങ്ങനെ ഒന്ന് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ഏതായാലും മൂന്നാമത്തെ തവണ അങ്ങനെ സംഭവിച്ചപ്പോ രാജാവ് തന്റെ കിങ്കരന്മാരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നു, കൂട്ടരെ, നിങ്ങൾ ആരെയാ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾ കൊണ്ടുവന്നത് മനുഷ്യനെയാണോ പിശാചിനെയാണോ? ഇത് മനുഷ്യനല്ല, ഇത് പിശാചാണ്. കൊണ്ടുപോയി ഇവളെ, അവളെ കൊണ്ടുപോവാൻ പറയുന്നു. പോകുമ്പോ ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെടാതിരിക്കാൻ, സാറയെ തൃപ്തിപ്പെടുത്താൻ അവൾക്ക് എന്തെങ്കിലും സമ്മാനവും കൊടുക്കണം എന്ന് പറഞ്ഞു രാജാവ്. അഥവാ അവള് പോയ ആള് ചില്ലറക്കാരല്ല, ഇനി വല്ല അപകടം എനിക്ക് വരുത്തണ്ടെന്ന് കരുതിയിട്ട് പോകുമ്പോ സാറാക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പറഞ്ഞു. എന്താണ് ആ സമ്മാനം? ആ സമ്മാനമായിരുന്നു അടിമ സ്ത്രീയായ സുന്ദരിയായ ഹാജർ റളിയല്ലാഹു അൻഹയെ നൽകിയത്. ആ ഹാജറാണ് സംസമിന്റെ സംസം എന്ന നീരുറവയായ ലോകത്തെ ശ്രേഷ്ഠതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാഉ സംസം. ഏതൊരാളുടെ കാൽത്തിണ്ണയിൽ നിന്നാണോ ലോകത്തേക്ക് പ്രവഹിച്ചത്, ആ പ്രവാഹത്തിന്റെ മാതാവാൻ അല്ലാഹു കരുത്ത് നൽകിയ വെള്ളത്തെ നോക്കി സംസം അടങ്ങെന്ന് പറഞ്ഞ വെള്ളത്തെ കെട്ടി നിർത്തിയ മഹദിയായ സാറ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സമ്മാനമായി നൽകിയ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബിയുടെ മാതാവ് സമ്മാനം കൊടുത്തതാണ്. ആ
സമ്മാനം ഇബ്രാഹിം നബിക്ക് കൊണ്ടേ കൊടുത്താണ്. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ സന്തോഷത്തോട് കൊടുത്തു തന്നെയാണ്. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സ്വാഭാവികമാണല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവരെ, സാറ ബീവി റളിയല്ലാഹു ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇസ്മായിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ ഇബ്രാഹിമിനെ വഴിയിൽ നിർത്തിയിട്ടാണ് സാറ ബീവിയെ കിങ്കരന്മാർ തട്ടിക്കൊണ്ടുപോയത്. അതിനിടയിലാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അല്ലാമ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നതായി കാണാം. സാറ ബീവി റളിയല്ലാഹു അൻഹാ ഹാജർ ബീവിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്റെ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂമിലേക്ക് കയറി വരുമ്പോ മരുഭൂമിയിലെ ടെന്റിലതാ അല്ലാമ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് അങ്ങനെയാ. സാറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയുടെ അറയിലേക്ക് പ്രവേശിക്കുമ്പോ, ടെന്റിലേക്ക് കടന്നു വരുമ്പോ ഫഇദാ ഹുവ ഖായിമുൻ യുസല്ലി, നിസ്കാരത്തിലാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. സങ്കീർണമായൊരു പ്രശ്നം വന്നപ്പോ രക്ഷപ്പെടാനുള്ള വഴിയായി കണ്ടത് നിസ്കാരമാണ്. ആ സങ്കീർണമായ പ്രശ്നത്തിൽ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാര്യമാരെ ലാബർ റൂമിലേക്ക് കൊണ്ടുപോയി, മക്കളെ പ്രസവത്തിന് ലാബർ റൂമിൽ കൊണ്ടുപോയി. നമുക്കും ചെയ്യാം. ലാബർ റൂമിന്റെ പുറത്തോ പരിസരത്തോ നിന്നുകൊണ്ട് അടുത്തെവിടെയെങ്കിലും നിസ്കരിക്കാൻ സൗകര്യമുണ്ടായാൽ ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാ, നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് നമ്മുടെ വിഷമങ്ങൾ പറയാൻ, കഷ്ടപ്പാടുകൾ പറയാൻ, സങ്കീർണതകളും പ്രയാസങ്ങളും പറയാൻ, വിഷമങ്ങൾ പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ ബീവി റളിയല്ലാഹു അൻഹ ഹാജറിന്റെ കൈപിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നത്. ഇബ്രാഹിം നബിയുടെ ആംഗ്യ ഭാഷ മനസ്സിലാക്കിയ സാറ റളിയല്ലാഹു അൻഹ പ്രശ്നം എന്താണെന്നറിയാൻ ചോദ്യം മറുപടി പറഞ്ഞു. സാറ റളിയല്ലാഹു അൻഹ റദ്ദല്ലാഹു യദൽ കാഫിർ, റദ്ദല്ലാഹു യദൽ കാഫിർ, അക്രമിയായ രാജാവിന്റെ ശല്യം അല്ലാഹു തീർത്തു. റദ്ദല്ലാഹു കൈദൽ കാഫിർ ഫീ നഹരിഹി, രാജാവിന് അല്ലാഹു തആല അതിന്റെ ശിക്ഷ അല്ലാഹു രാജാവിലേക്ക് തന്നെ അല്ലാഹു മടക്കി അതിന്റെ ബലാ. വഅഖദമ ഹാജറിനെ നമുക്ക് സമ്മാനമായി തന്നിട്ടുണ്ട്, പേടിക്കണ്ട. എങ്ങനെ കിട്ടിയത്? ബിബറകത്തിസ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, കുഞ്ഞിനെ വേണമെന്ന് ചോദിക്കുമ്പോ കാര്യകാരണങ്ങൾ നോക്കുമ്പോ സാഹചര്യം പ്രതികൂലമാ. 70 വയസ്സ് കഴിഞ്ഞ മഹാനായ സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം കാര്യം നടക്കാൻ കാരണങ്ങൾ വേണ്ട. കാര്യം നടക്കാൻ കാരണങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്തും ചിലപ്പോൾ. എല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളാ. 70 വയസ്സ് പിന്നിടുന്ന മഹാനായ സക്കരിയ അലൈഹിസ്സലാം ഒരഭിപ്രായ പ്രകാരം 70 അല്ല 90 കഴിഞ്ഞിട്ടുണ്ടോ സക്കരിയാക്ക്. തന്റെ ഭാര്യയായ സഹധർമ്മിണിയായ ഭാര്യയും ഒരു വയസ്സത്തിയായി മാറിയിട്ടുണ്ട്. മക്കളില്ലാത്ത സങ്കടം പറഞ്ഞില്ലേ അല്ലാഹുവിനോട്? റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി, അല്ലാഹുവേ എന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചുപോയി അല്ലാഹ്, പഴയതുപോലെ ആരോഗ്യം എനിക്ക് കിട്ടുന്നില്ല അല്ലാഹ്. വസ്തഅലർ റഅസു ശൈബാ, തലമുടിയെല്ലാം നരച്ചു പോയല്ലോ അല്ലാഹ്. തലമുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട് പടച്ചോനെ, എന്നാലും എനിക്കൊരാഗ്രഹമുണ്ട്. തലമുടി നരച്ചു, പ്രായമല്ല, ആഫിയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അല്ലാഹ് വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ, നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ സക്കരിയക്ക് ഒരിക്കൽ പോലും നഷ്ടം വന്നിട്ടില്ല. നിന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സക്കരിയ ഒരിക്കലും നിരാശനല്ല. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വേദന അനുഭവിക്കുന്നവർ, നഷ്ടപ്പെടാനൊന്നുമില്ല സഹോദര. കൗണ്ട് കുറവാണെന്ന് മെഡിസിൻ പറഞ്ഞാലും, കൗണ്ട് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞാലും, കൗണ്ട് കൂടിപ്പോയെന്ന് വിശുദ്ധന്മാർ വിധി എഴുതിയാലും എല്ലാം നിയന്ത്രിക്കുന്നവൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ ഫഇലൈഹി തുർജഊൻ.
അള്ളാഹുവിന്റെ കൈകളിലാണ് മലക്കൂത്ത്. ലോകത്തിന്റെ പരമാധികാരം അള്ളാഹുവിന്റെ കരങ്ങളിലാവുമ്പോ അള്ളാന്റെ മശീഅത്താണ് അതിനെല്ലാത്തിനും വേണ്ടത്. യഹബു ലിമൻ യശാഉ ഇനാഥാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കുന്നവനാണല്ലോ. വയഹബു ലിമൻ യശാഉ ദുകൂറാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കുന്നവനാണവൻ. വയഹബു ലിമൻ യശാഉ ദുകൂറാ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥാ, അല്ലേ ആണും പെണ്ണും മിക്സ് ആയിട്ട് കൊടുക്കും. ചിലർക്ക് ആണെന്നാണ്, ചിലർക്ക് പെണ്ണെന്നെ പെണ്ണ്, ചിലർക്ക് ആണും പെണ്ണുണ്ട്. മാത്രല്ല മറ്റു ചിലരെ അല്ലാഹു തആല മക്കളെ കൊടുക്കാതെ അല്ലാഹു തആല അവരെ അല്ലാഹു തആല മച്ചികളാക്കി മാറ്റുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മശീഅത്താണ്. അല്ലാഹുവിനോട് തേടുക, നിരാശരാവേണ്ടതില്ല. സക്കരിയ നബി പഠിപ്പിക്കുന്ന പാഠം അതാ. 77 വയസ്സ് കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ നേരച്ച് ആരോഗ്യം പോയിട്ട് അല്ലാഹുവിനോട് ആദ്യം പ്രതികൂല സാഹചര്യം ആദ്യം പറയുന്നത് എന്താ? റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല الرأس ശൈബാ, തലമുടിയെല്ലാം നരച്ചുപോയി അല്ലാഹ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, എന്നാലും അല്ലാഹുവേ സക്കരിയ നിന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒട്ടും നിരാശനല്ല. അതുകൊണ്ട് അല്ലാഹുവേ റബ്ബി ഹബ്ലി മിൻ ലദുൻക വലിയാ, പഠിച്ചോനെ അതുകൊണ്ട് എനിക്കൊരു മോനെ വേണം, എന്റെ സഹായിയായി, എനിക്കെന്റെ ശേഷം അനന്തരമായി ഈ നബുവത്ത് അനന്തരമായി എടുക്കുന്ന ഒരു പൊന്നുമോൻ, യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, എന്റെ അനന്തരവനായി കടന്നു വരുന്ന ഒരാൾ, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ അനന്തരവനായി വരാനുള്ള ഒരു അനന്തരവന വേണമല്ലോ. വജ്അൽഹു റബ്ബി റളിയാ, പടച്ചവനെ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്നവനാക്കണമേ അല്ലാഹ്. മക്കളുണ്ടായ പോലെ അതൊക്കെ മാതാപിതാക്കൾ നേരത്തെ ദ്വാരക്കേണ്ട കാര്യമാണ്. കാരണം മക്കളെ കൊണ്ട് ഇന്ന് പല ഗുരുത്തക്കേടും നടക്കുകയാണ്. പല ആൾക്കാർക്കും ശല്യം, പല ആൾക്കാർക്ക് ഇടങ്ങേറ്, കുറെ ആൾക്കാർക്ക് ശല്യം ഉണ്ടാക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. പടച്ചവനെ എന്റെ പൊന്നുമോൻ, ആളുകളെല്ലാം നല്ലത് പറയുന്ന സംതൃപ്തനായ സമ്പൂജ്യനായ ഒരാളാവണമേ. ഫജ്അൽഹു റബ്ബി റളിയാ, ഫജ്അൽഹു റബ്ബി റളിയാ, ഫജ്അൽഹു റബ്ബി റളിയാ. സക്കരിയ നബി ഇങ്ങനെ ദുആ ചെയ്തു. സക്കരിയ നബി ദുആ ചെയ്തു, റബ്ബിന്റെ മുമ്പിലേക്ക് ദുആ ചെയ്തു. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അല്ലാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ അതാ സന്തോഷ വാർത്തയുമായി വരുമ്പോ ഫനാദതുഹുൽ മലായിക, വിശുദ്ധമായ ഖുർആൻ നിസ്കാരത്തിന്റെ ചരിത്രവും നിസ്കാരത്തിന്റെ വിജയവും നമ്മെ ബോധ്യപ്പെടുത്തുകയാ. സൂറത്ത് മറിയമിലല്ലേ അല്ലാഹു പറഞ്ഞത്, ഫനാദതുഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ മഹാനായ സക്കരിയ നബിയെ വിളിക്കുന്നു. സക്കരിയ, നിങ്ങൾക്കിതാ മോന് വരാൻ പോവാ, നിങ്ങൾക്കിതാ ഒരു പൊന്നുമോൻ വരാൻ പോവാ. ഈ സന്തോഷ വാർത്ത പറയാൻ യഹ്യ എന്ന പേരുള്ള കുഞ്ഞ് വരുന്നുണ്ട് എന്ന് പറയാൻ അല്ലാഹുവിന്റെ മലക്കുകൾ മഹാനായ സക്കരിയ നബിയെ വിളിക്കുമ്പോ വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അല്ലേ നമ്മൾ ഓതുന്ന ഖുർആനാ, വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. നേടാൻ പറ്റാത്ത ഒന്നുമില്ല. എല്ലാ പ്രതിസന്ധികൾ നീങ്ങാനും പ്രയാസങ്ങൾ നീങ്ങാനും നമ്മളൊന്ന് നന്നായാൽ നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള കൃത്യത. എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരിമാരെ, ഞാൻ ഒന്നുകൂടി ആണയിടുകയാ. ഈ പരിശുദ്ധമായ വസന്തോത്സവത്തിന്റെ പുണ്യരാത്രികളിൽ നമ്മൾ സമ്മേളിക്കുമ്പോ മഹാനായ ഹമീദ് കോയമ്മ തങ്ങളുടെ പ്രാർത്ഥന നിറഞ്ഞ സദസ്സിനെ വരവേൽക്കാൻ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോ മനസ്സിലുണ്ടാവേണ്ട പ്രതിജ്ഞയതാ, മനസ്സിലുണ്ടാവേണ്ട പ്രതിജ്ഞയതാ. പ്രതിജ്ഞ ചെയ്തുകൊണ്ടാവണം ഈ സദസ്സിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോവേണ്ടത്. ഇത് കേവലം ഒരു ശബ്ദ കോലാഹലമായതുകൊണ്ട്, കേവലം ഒരു ഒച്ചപ്പാടായതുകൊണ്ട്, കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്തുകൊണ്ട് പാവപ്പെട്ട ഒരാൾ ഇവിടെ വന്നിട്ടോ, ഉസ്താദുമാർ പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടോ, അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഊർജവും അധ്വാനവും സമയവും എല്ലാം നഷ്ടമായി മാറുമ്പോ ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിലുണ്ടാവണേ. ഇല്ല, നിസ്കാരത്തിൽ ഇനി ഞാൻ പിറകോട്ടില്ല. ഇല്ല, ഇനി നിസ്കാരത്തിൽ ഞാൻ
ഞാൻ പിറകോട്ടില്ല. അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ്, നിസ്കാരം ദീനിന്റെ തൂണാണ്, നിസ്കാരം ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറാണ്. വമൻ അഖാമഹാ, ആരെങ്കിലും നിസ്കാരത്തിൽ ശ്രദ്ധ കാണിച്ചാൽ ഫഖദ് അഖാമദ്ദീൻ, ദീനിനെ അവൻ നിലനിർത്തിയവനാ. മൻ തറകഹാ, ആരെങ്കിലും നിസ്കാരം തോന്നിയതുപോലെ വിട്ടേച്ചു പോയാൽ ഫഖദ് ഹദമദ്ദീൻ, ഫഖദ് ഹദമദ്ദീൻ. ഡിസംബർ 6 കഴിഞ്ഞ് ഡിസംബർ 8 കഴിഞ്ഞ് ഡിസംബർ 8ന്റെ ഒരു അർദ്ധരാത്രിയിൽ നമ്മൾ ഇങ്ങനെ അർദ്ധരാത്രിയിലേക്കും അതിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഡിസംബർ 6 നമ്മുടെ മനസ്സിലെ വേദനയാണ്, നമ്മുടെ മനസ്സിന്റെ നൊമ്പരമാണ്. നമ്മുടെ എന്നാൽ ഇന്ത്യ രാജ്യത്തെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും, അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ജൈന മതക്കാരനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും ഈ പരിശുദ്ധമായ മലർവാടിയിലെ വിവിധങ്ങളായ പുഷ്പങ്ങൾ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഒരു നൊമ്പരമായി ഓരോ ഡിസംബർ 6 നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ബാബരി ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ അല്ലാ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ നമ്മുടെ മനസ്സിൽ അതൊരു വലിയ വേദനയായി നിലനിൽക്കുമ്പോ, കേൾക്കിന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീൻ പൊടിച്ചു കളഞ്ഞവനാ നമ്മൾ. നിസ്കാരമില്ലേ, നിസ്കാരമില്ലേ, ആ കർസേവകരെക്കാൾ വല്ലാത്ത വൃത്തികേട് ചെയ്തവനാ നമ്മൾ. വമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു എന്ന് വിളിക്കുമ്പോ മഹാനായ സയ്യിദനാ സക്കരിയ അലൈഹിസ്സലാം നിസ്കാരത്തിലാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്കാണ്. അതെ, ഏത് ശത്രുവിന്റെയും ശക്തി അത് തകർക്കും. നിസ്കാരത്തിന്റെ ശക്തി കുറയുമ്പോ ശത്രു കയറി വരും. നമ്മൾ നിസ്കാരം നമ്മളെ ഒന്നുമല്ലാതാക്കി മറ്റും. നിസ്കാരം ഉണ്ടായാലോ, ആരാധനകൾ ഉണ്ടായാലോ, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ ഉണ്ടായാലോ ഇല്ല, നമ്മളെ തൊടാനോ തകർക്കാനോ ആർക്കുമാവില്ല. വരുന്നു ഞങ്ങൾ പശ്ചാത്താപമടകതാരുൾ വാടി, വരുന്നു ത്വാഹാ നബിയെ താവക ശരണാബ്ജം തേടി. നിരന്ന നിന്യ പരിഷ്കാരത്തിൻ വിപണികളിൽ ചെന്ന് ഇരന്ന പുത്തൻ സംസാരത്തിൻ വിഭവം കൈവന്നോ. വീണിതു ഞങ്ങളുടെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദ, ചേണിയലും ഭവതാവന ചര്യകൾ വെടിഞ്ഞുകത ബോധ. വാറൊളി വീശും കഅബയ വിട്ടു മുഖങ്ങൾ തിരിക്കുകയായി, പാരീസ് ലണ്ടൻ മോസ്കോ പുരികളെ ലക്ഷ്യം വെക്കുകയായി. ഉബൈദിന്റെ പശ്ചാത്താപം വല്ലാതെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ വരികളാണ് മർഹൂം ഉബൈദ്, അള്ളാഹു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വരികളിൽ പറയുന്നത് അതാണ്, നമ്മുടെ കൈകളിൽ നിന്ന് ഖുർആനും തിരുസുന്നത്തും വീണുപോയപ്പോ പാരീസിന്റെയും ലണ്ടന്റെയും മോസ്കോയുടെയും തെരുവീതികളിൽ വിസർജ്യങ്ങൾ, അവിടെ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായപ്പോ ശത്രുക്കൾ നമുക്കിടയിലേക്ക് കടന്നു കയറി. നമ്മുടെ ശരീഅത്തിൽ വരെ പിടിക്കാൻ, നമ്മുടെ ശരീഅത്ത് വരെ വികലമാക്കാൻ, നമ്മുടെ ശരീഅത്തിൽ വരെ തൊട്ട് കളിക്കാൻ അവർ ധൈര്യം കാണിക്കുന്നത് വെറുതെയല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശത്രുവിന്റെ ശക്തി അത് തകർക്കും. നിസ്കാരത്തിന്റെ ശക്തി കുറയുമ്പോ ശത്രു കയറിപ്പോവും, നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റും, നമ്മളെ നിസ്സാരമാക്കി മാറ്റും. നോക്കൂ, അറിയില്ലേ, മഹാനായ ബദർ യുദ്ധത്തിന്റെ വിജയം നിസ്കാരമല്ലേ? ബദറിന്റെ വിജയം നിസ്കാരമല്ലേ? ബദറിന്റെ വിജയം നിസ്കാരമല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദർ നടക്കുമ്പോഴല്ലേ റഹ്മത്തുൽ ആലമീനായ മുത്ത് റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തത്, യാ ഹയ്യു യാ ഖയ്യൂം. ലോകം നിയന്ത്രിക്കുന്ന പടച്ചോനെ, എല്ലാം നിന്റെ കൈകളിലാണല്ലോ അല്ലാഹ്. മരണമില്ലാത്തവനെ, എന്നെന്നും ജീവൻ മാത്രമുള്ളവനെ, മരണമെന്നൊന്ന് സംഭവിക്കാത്തവനെ, ഈ ചെറു സംഘത്തെ എങ്ങാൻ നീ തകർത്ത് കളഞ്ഞാൽ അല്ലാഹ്, നിന്നെ ആരാധിക്കാനും നിന്റെ പേര് പറയാനും നിന്റെ പെരുമ നിലനിർത്താനും ലോകത്തൊരാളും ഇല്ലാതെ പോവും അല്ലാഹ്. അതുകൊണ്ട് തൊടല്ലേ അല്ലാഹ്,
നശിപ്പിച്ചേക്കല്ലേ അല്ലാ. സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ അത് പറഞ്ഞപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലൂടെ ഉജ്ജ്വലമായ വിജയം അല്ലാഹുവിന്റെ ഹബീബിനെ നൽകുമ്പോൾ മഹാനായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ തങ്ങളവറുകളുടെ പ്രാർത്ഥനയും ദുആയുമാണ്. ഒരുപാട് നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ മഹത്തായ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ 20 കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വീണ്ടും ഒരു 20 വർഷത്തിന് ശേഷം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമായ ഉർഖബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേലും എന്റെ അഹ്ലു ബൈത്ത് വരുമ്പോ ഞാൻ വരുന്നത് പോലെയാണ്. എന്റെ അഹ്ലു ബൈത്തിലൂടെ നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ശക്തിയും ഖുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി തങ്ങൾ ഇരുത്തിയിട്ട് സംസാരിക്കുന്നത് മര്യാദക്കേടാണെന്നറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ പറഞ്ഞത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നിസ്കാരം അത് നമ്മുടെ ദീനിന്റെ നെടുംതൂണാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് എത്താൻ നിസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. റസൂൽ മിഅ്റാജ് കഴിഞ്ഞ് മടങ്ങി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഇസ്രാവും അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്ക് കടന്നു ചെന്ന മിഅ്റാജും കഴിഞ്ഞ് മടങ്ങി വന്നു. ആ മിഅ്റാജ് കടഞ്ഞ് മടങ്ങി വന്ന നമുക്കൊക്കെ ആശ നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ വാക്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരം അത് മുഅ്മിനിന്റെ മിഅ്റാജാണ്. ഞാൻ മിഅ്റാജിന് പോയി അവിടെയുള്ള അനുഗ്രഹങ്ങളും അനുഭൂതികളും സ്വർഗത്തിലെ അനുഭൂതികളും 7 ആകാശങ്ങളിലൊക്കെ പോയി മടങ്ങി വന്ന മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാശയാത്രയിലെ അനർഘ നിമിഷങ്ങൾ കേട്ടുകൊണ്ട് വിജൃംഭിതരായിരിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തിനോട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ വമുനാജാതുൽ ലിറബ്ബിൽ ആലമീൻ. നിസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. നിസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. നിസ്കാരം വിശ്വാസിയുടെ മിഅ്റാജാണ്. വമുനാജാതുൽ ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവായിട്ടുള്ള സംഭാഷണമാണ് നിസ്കാരം. അതർഹിക്കുന്ന പരിഗണനയോടെ ഇനി അങ്ങോട്ട് ഒരൊറ്റ നിസ്കാരവും ഖളാ ആവാതെ നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മളെ ദുആ തന്നെ അങ്ങനെയാണല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്റെ മക്കളെ ഭാര്യയെ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാഹ്. നമ്മളൊക്കെ ഇമാമുമാരാണ്. നമ്മളെ മക്കൾ നമ്മുടെ മക്കളെ മക്കളുടെ ഇമാമാണ് നാം. നമ്മുടെ മക്കളിലും നമ്മുടെ മക്കളെ മക്കളിലും സന്താനങ്ങളിലും തലമുറകളിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരല്ലാതെ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുമ്പോ ആ പ്രാർത്ഥന യാഥാർത്ഥ്യമാവാൻ നമ്മൾ അധ്വാനിക്കുക. അതിനുവേണ്ടിയാ മഹാന്മാർ അധ്വാനിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയെ പറഞ്ഞില്ലേ നാം തന്റെ പൊന്നുമോൻ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഭാര്യയായ ഹാജർ റളിയല്ലാഹു അൻഹയെയും ആൾപ്പാർപ്പില്ലാത്ത ആൾതാമസമില്ലാത്ത മക്കയിലെ തെരുവിൽ കൊണ്ടുപോയി മക്കയുടെ കഅബയത്തിനരികിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നടത്തിയ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ മക്കളെ ഞാൻ താമസിപ്പിച്ചു അല്ലാഹ് ബിമാദിൻ ഗൈരി സറഇ, കൃഷി
കൃഷിയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് അല്ലാഹ് അവരെ ഞാൻ താമസിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, അവരെ ഇട്ടേച്ചു പോവാൻ ആഗ്രഹിച്ചിട്ടല്ല, അവരെ അവിടെ താമസിപ്പിക്കാൻ മനസ്സിൽ കൊതിയുണ്ടാഞ്ഞിട്ടല്ല അല്ലാഹ് ഞാൻ അവരെ താമസിപ്പിച്ചതല്ലാ. റബ്ബനാ ഒരു നിസ്കാരം നിലനിർത്താൻ, അവർ ദീനിന്റെ പാഠങ്ങൾ പഠിക്കാൻ, അവർ ദീനിന്റെ ഖാദിമീങ്ങളാവാൻ, അവർ നിസ്കാരം അഭ്യസിക്കാനും നിസ്കാരം നിലനിർത്താനും അല്ലാഹ് ദീനിനോട് കൂറുള്ളവരായി മാറാനുമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീലുള്ളാഹി തങ്ങളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ നമ്മുടെ മക്കളിലും അങ്ങനെയുള്ള നല്ല മക്കൾ ഉണ്ടാവാൻ ദീനി വിദ്യാഭ്യാസങ്ങൾ അവർക്ക് കൊടുത്ത് പള്ളി ദർസുകളും സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുപാട് നമുക്കുണ്ടാവുക. അതൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഒരു തലമുറ, ദീനി ബോധമുള്ള ഒരു തലമുറ അത് അനിവാര്യമാണെന്ന തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാവുകയും അത് നിലനിർത്താനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബനാ ഇർഹംഹും കമാ റബ്ബൗനാ സഗാറ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണമേ അല്ലാഹ്. പഠിച്ചവനെ ഈ സദസ്സ് നാഫിയായ ഇൽമു പറഞ്ഞ സദസ്സാക്കണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്കും രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവരേണ്യർ, ഉസ്താദുമാർ, ഞങ്ങളുടെ നായകന്മാർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സ് നിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അനുഗ്രഹീതമായ സദസ്സുകളുടെ കൂട്ടത്തിൽപ്പെട്ട സദസ്സാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ ഒക്കെ ദുആകളിൽ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്. ഓപ്പറേറ്റർക്ക് പ്രത്യേകിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.